പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് ക്രിസ്തീയ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഇതൊരിക്കലും അവസാനിക്കുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ സാങ്ക്ടിഫിക്കേഷൻ? എങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധി അനുഭവിക്കുന്നത്? അതിൻ്റെ പ്രായോഗിക തലം എന്താണ്? ഈ വിശുദ്ധി നമ്മുടെ ആക്ച്വൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് എഫേസ്യ ലേഖനമാണ്. ഈ എഫേസ്യ ലേഖനത്തിന്റെ 3:15 മുതലുള്ള വാക്യങ്ങൾ ആ ഒരു പ്രെയർ, സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പോസ്തലിക ഉപദേശം മുഴുവൻ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചുള്ളതാണ്, വിശുദ്ധീകരണം. അത് ഇന്ന് സഭകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് നമ്മൾ ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരാൾ ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അത് നല്ല എംഫസിസ് ഉണ്ടെന്ന്. പക്ഷെ ശരിക്കും ഈ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നുള്ളൊരു വെളിപ്പാടിന്റെ തലത്തിലേക്ക് ഇന്ന് സഭകൾ വളരുന്നില്ല എന്നുള്ളതൊരു പ്രയാസകരമായ കാര്യമാണ്. വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതൊക്കെ കർത്താവിന് അത് മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതല്ല ദൈവത്തിന്റെ നിലവാരം. അപ്പൊ ദൈവത്തിന്റെ നിലവാരം അനുസരിച്ചുള്ള ഒരു വിശുദ്ധീകരണം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ നിലവാരം അനുസരിച്ചുള്ള ഒരു വിശുദ്ധീകരണം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് ആത്മാവ് നമുക്ക് തരണം. അപ്പൊ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ സ്ട്രെങ്തൻഡ് ആകുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ വിശുദ്ധനായ ഒരാളെ സംബന്ധിച്ച് അവന്റെ അകം മനുഷ്യൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ആ സ്ട്രെങ്ത് എന്ന് പറയുന്ന കർത്താവിന്റെ സ്ട്രെങ്ത് ആണ്. നമ്മൾ സോൾ പവർ കൊണ്ട്, അതായത് നമ്മുടെ മനഃശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മൾ പുറമേ വളരെ ബലഹീനരായ ആളുകളാണെങ്കിലും വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകുന്ന സാധാരണ മനുഷ്യരാണ്. നമുക്കെല്ലാം കുത്തിയാൽ നോവുന്ന സാധാരണ മനുഷ്യരായിരിക്കും. എന്നാൽ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യന്റെ പരിക്കുകൾ നമുക്ക് പ്രശ്നമില്ലാതെ വരും. അകത്തുനിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനുമുള്ള ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ആ ഇന്നർ സ്ട്രെങ്ത് ആണ് ദൈവത്തിന്റെ നിറവിനാൽ നമ്മളെ നിറയ്ക്കുന്ന ആത്മാവ് നമുക്ക് തരുന്നത്. അപ്പോൾ വിശുദ്ധനായ മനുഷ്യൻ എന്ന് പറയുന്നത് അകം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അത് ദൈവം തരുന്ന സ്ട്രെങ്ത് ആണ്. നമ്മളെല്ലാം ബലഹീനരായാലും കർത്താവിന് അങ്ങനെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവ് ജീവിച്ച ജീവന്റെ ടേസ്റ്റ് നമുക്ക് ലഭിക്കും. That comes by the Holy Spirit. It's a spirit-induced life, and it is the spirit that gives life. Flesh profits nothing. നമ്മളത് എന്താ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ജോൺ ചാപ്റ്റർ 6:63, 63-ാം വാക്യം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം നമ്മൾ വായിച്ചാണ് ഈ വാക്യം. ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ജീവിതമാണ്. ആത്മാവ് നമുക്ക് തരുന്ന ആ ഒരു ജീവിതമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആത്മാവിന്റെ വിശുദ്ധീകരണം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ആത്മാവിന്റെ വിശുദ്ധീകരണം? ഹൗ ഡു വി എക്സ്പീരിയൻസ് ദാറ്റ്? വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പഠിപ്പിക്കൽ, ആദ്യം വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റ് ദിവസം അല്ലെങ്കിൽ ശബത്തിനെ കുറിക്കാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. രണ്ടും മൂന്നും വാക്യം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ച സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഈ സാങ്ക്ടിഫൈഡ് എന്ന്, വിശുദ്ധീകരിച്ചു. ഓക്കെ, സാങ്ക്ടിഫൈഡ്. അപ്പോൾ ഈ വിശുദ്ധീകരണത്തിന്റെ ആ ഒരു ഉപദേശം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലൂടെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7-ാം ദിവസം എന്ന് പറയുന്ന അനുഭവം. നമ്മൾ എന്നാണ് ശബത്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച കൂടുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മളിടെ തന്നെയുണ്ട്. അപ്പോൾ ശരിക്കും ശബത്ത് എന്നാണ്? ഇന്ന് ശനിയാഴ്ചയാണ്,
ഇന്ന് തന്നെയാണോ ശബത്ത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് ഈ ശബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളും തികഞ്ഞു 6 ദിവസം കൊണ്ട്. അപ്പൊ സൃഷ്ടി മുഴുവൻ 6 ദിവസം കൊണ്ടായിരുന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. 6-ാം ദിവസത്തെ പ്രവൃത്തിയുടെ കഴിഞ്ഞ ശേഷം ദൈവം റെസ്റ്റ് ചെയ്തു. വിശ്രമിച്ചു എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ വിശ്രമിച്ചു എന്നുള്ള ഒരു വാക്കല്ല അവിടെ കാണുന്നത്, നിവൃത്തനായി എന്നുള്ളൊരു വാക്കാണ്. അതായത് ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് റെസ്റ്റ്. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ പണിയൊന്നും ഇല്ലാതിരുന്നുള്ളതല്ല, നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയാണ്. കർത്താവ് എടുത്തു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് അന്നും ഇന്നും എന്നും പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കാതിരിക്കുന്നതേ ഇല്ല. പക്ഷെ റെസ്റ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദ ഫാക്ട് വെദർ വി ആർ വർക്കിംഗ് ഓർ നോട്ട്, വെദർ വി ആർ എൻഗേജ്ഡ് ഓർ നോട്ട്. അപ്പൊ ദൈവത്തിന്റെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങനെ ദൈവം ഇരിക്കുന്നതേ ഇല്ല. ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. ഹി വാസ് അറ്റ് റെസ്റ്റ്. അതായത് അവൻ അവന്റെ പ്രവൃത്തികളെ തികച്ചു. സൃഷ്ടി എന്ന പ്രവൃത്തികൾ 6 ദിവസം കൊണ്ട് തികച്ചു. 7-ാം ദിവസം സ്വസ്ഥനായി, നിവൃത്തനായി. നിവൃത്തനായി എന്നുള്ള വാക്കാണ് അവിടെ നമ്മൾ മലയാളത്തിൽ കാണുന്നത്. റെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ റെസ്റ്റ് ചെയ്തെന്ന് പറയുമെങ്കിലും ശരിക്കും അത് ഫിസിക്കൽ കാര്യമാണ്. എന്നാൽ യഥാർത്ഥ റെസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല, യഥാർത്ഥ റെസ്റ്റ് എന്ന് പറയുന്നത് ആന്തരികം. അതെന്തോ ആട്ടെ, ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഗോഡ് ഈസ് ഓൾവേസ് അറ്റ് വർക്ക്. ഇനി ഈ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വിശുദ്ധിയുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഇത് എന്നാണ് ഈ ശബത്ത് എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 6 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് സന്ധ്യയായി ഉഷസായി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടി ആവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം എന്ന് പറയാൻ വേണ്ടി, സന്ധ്യയായി ഉഷസായി 2-ാം ദിവസം, അങ്ങനെ സന്ധ്യയായി ഉഷസായി 6-ാം ദിവസം. ഈ 6-ാം ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്. 6-ാം അധ്യായം 6-ാമത്തെ പ്രാവശ്യം അത് പറയുന്നത്. സന്ധ്യയായി ഉഷസുമായി 6-ാം ദിവസം, അങ്ങനെ പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ 6 days ആർ ഓവർ. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി ഉഷസായി 6-ാം ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6-ാം ദിവസം തുടങ്ങുകയല്ല, 6-ാം ദിവസം തീരുകയാണ്. സംശയമില്ലല്ലോ. സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം എന്ന് ദൈവം പറയുമ്പം സൃഷ്ടി കഴിഞ്ഞു, കുറെ ആകാശവും ഭൂമിയും ഉണ്ടായി, കുറെ കാര്യങ്ങളുണ്ടായ ശേഷമാണ് സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന 1:26 പറയുന്നത്. അതിനുശേഷം ആ വാക്യം തീരുന്ന 31-ാമത്തെ വാക്യമാണ് സന്ധ്യയായി ഉഷസായി 6-ാം ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഈ 6-ാം ദിവസം തീർന്നു എന്നാണ് അതിനർത്ഥം. 6th day is over. Now we come to the next verse. നെക്സ്റ്റ് വേഴ്സ് എന്ന് പറയുന്നത് ഉൽപ്പത്തി 2-ആണ്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും 6 ദിവസം കൊണ്ട് തീർന്നു. Now we come to the 7th day. ഈ 7th day എപ്പോഴാണ് തീർന്നത്? സന്ധ്യയായി ഉഷസായി 7-ാം ദിവസം എന്ന് ഏത് വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്? എത്രാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനൊരു വാക്യമില്ല. നിങ്ങളൊന്ന് ശ്വാസം വിട്ടോ, അങ്ങനൊരു വാക്യമില്ല. ഇനി ഞാൻ അതിനൊരു തിയറി പറയാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ വിശ്വസിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. 7-ാം ദിവസം ഇതുവരെയും തീർന്നിട്ടില്ല. വെയിറ്റ്, വിശ്വസിക്കാൻ സമയമായിട്ടില്ല, നമുക്ക് പതുക്കെ അങ്ങോട്ട് വരാം. തീർന്നിട്ടുണ്ടോ 7-ാം ദിവസം? 8-ാം ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടോ? ശരിക്കും ഉണ്ടോ? എങ്ങനെയാണ് 7 ദിവസം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കും? വീണ്ടും 1-ാം ദിവസം തൊട്ട് തുടങ്ങുവാണോ? അതെവിടെയാണ് ഇതിന്റെ പരിപാടി? നമുക്ക് ഈ 7-ാം ദിവസത്തിന് എന്ത് സംഭവിച്ചു, അത് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഒട്ടും വ്യാഖ്യാനിക്കില്ല. ഇതാ വാക്യം അതുപോലെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു ഇന്റർപ്രറ്റ് എനിത്തിങ്, ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് മച്ച് ടൈം ഓൺ ദാറ്റ് ഓൾസോ. നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ എടുക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ബൈബിൾ എടുത്തോ കേട്ടോ, എങ്കിലേ ഇത് ഞാൻ വായിക്കുന്ന പോലെ തന്നെയാണോ ബൈബിൾ ഉള്ളതെന്ന് നോക്കണ്ടേ. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമായിരിക്കും, എന്നാലും ഒന്ന് എടുത്ത് കൈ വെച്ചേക്ക്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ
നാം ഭയപ്പെടുക. 2, അപ്പൊ നമുക്കൊരു സ്വസ്ഥതയുടെ വാഗ്ദത്വമുണ്ട്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന ഒരാൾ മരിക്കുമ്പോഴാണ് അസ്വസ്ഥതയെ പ്രവേശിക്കുന്നത്. അത് ശരിയാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥനാകാനൊന്നുമില്ല. പക്ഷെ അതാണ് ഒരു വാഗ്ദത്വം. എന്താണ് ഈ സ്വസ്ഥതയുടെ വാഗ്ദത്വം? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് കിട്ടാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അപ്പൊ ഒരു റെസ്റ്റ് എന്ന പ്രോമിസ് നമുക്കുണ്ട്. ഇത് സാങ്ക്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. കാരണം 7-ാം ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി അതിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? ഒരു സ്വസ്ഥതയിലൂടെയാണ് അതിനെ വിശദീകരിച്ചത്. അതായത് 7th day was sanctified because God was at rest and he finished his works and he did not do anything particularly but he was working. പക്ഷെ പ്രത്യേകിച്ച് സൃഷ്ടിപരമായ ഒരു കാര്യവും കർത്താവ് ചെയ്യാതെ അന്ന് റെസ്റ്റിലായിരുന്നു. ആ റെസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു സ്വസ്ഥത. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. വി സ്റ്റിൽ ഹാവ് ദാറ്റ് പ്രോമിസ്. ഇനി അടുത്ത വാക്യം, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം പറയാണ്, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല അല്ലെ, നമുക്ക് മനസ്സിലായല്ലോ. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്വസ്ഥത കിട്ടുള്ളൂ. അത്രയും മതി. അടുത്തത്, ഇനി ഇതിന്റെ ഹീബ്രു ഇങ്ങനെ ഗ്രീക്ക് ഇങ്ങനെയാണെന്നൊന്നും പറയാതെ തന്നെയാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അടുത്തത് നോക്കിയേ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അടുത്തത്, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം, അപ്പൊ 6 ദിവസം കഴിഞ്ഞ ശേഷം, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് എന്റെ കോപത്തിൽ ഞാൻ സത്യം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ 7-ാം നാളിൽ. അപ്പൊ ഈ സ്വസ്ഥതയുടെ വാഗ്ദത്തം എന്തുമായിട്ട് കണക്റ്റഡാ? നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയുടെ വാഗ്ദത്തം എന്തുമായിട്ട് കണക്റ്റഡാണ്? ഈ പല ആൾക്കാർ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത് 6 ദിവസത്തെ അധ്വാനം കഴിഞ്ഞ് 7-ാം ദിവസത്തെ സ്വസ്ഥതയും കഴിഞ്ഞിട്ടാണ് അല്ലേ? ആണോ? സ്വസ്ഥത 7-ാം പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം, 7-ാം ദിവസം തീർന്നു പോയില്ല, പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം സ്വസ്ഥതയായിട്ടും കർത്താവ് പറയാണ് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അപ്പൊ സ്വസ്ഥത എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇവരുള്ളപ്പോഴെല്ലാം? നിങ്ങളോട് സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ സ്വസ്ഥത അവിടെ വേണ്ടേ? എങ്കിലല്ലേ അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കാനും വിശ്വസിക്കാത്തവർ പ്രവേശിക്കില്ല എന്ന് പറയാനും വിശ്വസിക്കുന്നവരെ നാം അതിൽ പ്രവേശിക്കും എന്ന് പറയണമെങ്കിലും ഈ 6 ദിവസത്തെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ആ സ്വസ്ഥത അവിടെ കാണണ്ടേ? ഇനി അത് ഇത്തിരി വ്യാഖ്യാനം പോലെ ആയി പോയല്ലേ? സാരമില്ല, നമുക്ക് മുമ്പോട്ട് നോക്കാം. വ്യാഖ്യാനം ഇല്ലാതെ തന്നെ ഇത് വരുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത വാക്യം, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞേക്കുന്നു. അപ്പൊ 7-ാം നാളിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ലെന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പൊ ഈ സ്വസ്ഥത എപ്പോ ഉണ്ട്? എങ്ങോട്ട് പ്രവേശിക്കില്ല എന്നാ? ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക്. അപ്പൊ ദൈവം ഇപ്പൊ സ്വസ്ഥനായിട്ടിരിക്കുവാണോ? ശരിക്കും ആണോ? അങ്ങനെയാണെങ്കിലല്ലേ നമ്മളെ അങ്ങോട്ട് വിളിച്ചു ചേർക്കാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്തോ? കിഡ്നി വർക്ക് ചെയ്തോ? മനസ്സിലായോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി വേണ്ട, അതും വേണ്ട, പോട്ടെ. അടുത്ത വാക്യം, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിവൃത്തനായി 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ലെന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പൊ സ്വസ്ഥത ദൈവം വിട്ടിട്ടില്ല, പക്ഷെ ഇവന്മാരെ കയറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ സ്വസ്ഥത ഇപ്പോഴും ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമേ ഇല്ലല്ലോ അല്ലേ? അടുത്ത വാക്യം, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിക്കാലും. ഏതിൽ പ്രവേശിക്കാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതിൽ പ്രവേശിക്കാൻ? ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ. അത് എപ്പോഴാണ് തുടങ്ങിയത്? 6 ദിവസത്തെ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. എത്ര സിമ്പിളാണ്. അടുത്തത്, മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. അപ്പൊ സ്വസ്ഥത ഇങ്ങനെ വെച്ചിട്ട് കർത്താവ് വിളിച്ചു ഇങ്ങനെ ആൾക്കാരെ. ആരും കയറി, ഒരാൾക്കും സ്വസ്ഥത ഉണ്ടായിരുന്നു. ഇത്ര കാലത്തിന്റെ ശേഷം, ഇപ്പൊ 7-ാം ദിവസത്തെ സ്വസ്ഥത തുടങ്ങി ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും ശേഷിക്കുന്നു. അപ്പം എന്തിനു വേണ്ടിയാ ഇന്നൊന്നൊരു ദിവസം നമുക്ക് വെച്ചിരിക്കുന്നത്?
ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ, അല്ലാതെ മരിച്ചു പോയ ശേഷം പോകുന്ന കാര്യം. ആണോ? അടുത്തത്. അപ്പോൾ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, സ്വസ്ഥതയ്ക്കുള്ള ആഹ്വാനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, അവന്റെ സ്വസ്ഥത എന്ന വാഗ്ദത്തം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ആ സ്വസ്ഥതയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ചോണം. കാരണം കഠിന ഹൃദയമുള്ളവരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തത്. അടുത്തത്, ഞാൻ വെളിയിൽ നിന്നൊന്നും എടുത്തിട്ടില്ല, വ്യാഖ്യാനിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത നോക്കിയേ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പൊ കർത്താവ് അന്ന് തൊട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ മനുഷ്യന്റെ കൂടെ സ്വസ്ഥനായിരിക്കാൻ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ്, എൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യന്റെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കും. പക്ഷെ അപ്പോഴേക്കും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 6 ദിവസം നീ എന്താന്ന് വെച്ചാൽ പണിതോ, 7-ാം ദിവസം ഒരു ദിവസമെങ്കിലും നീ എൻ്റെ കൂടെ ഒന്നൊന്ന് സ്വസ്ഥമായിട്ടിരിക്കെ എന്ന് പഴയ നിയമത്തിൽ അവരോട് പറഞ്ഞു. അതൊരു നിഴലായി. ഇപ്പൊ പഴയ നിയമത്തിലെ നിഴലനുസരിച്ച് ആക്ഷരികമാണ് ശബത്ത്, എല്ലാം ആക്ഷരികമാണ്. അപ്പൊ ഈ 6 ദിവസം കഠിനമായി അധ്വാനിച്ച് 7-ാം ദിവസം നമ്മൾ കർത്താവിന്റെ അടുത്ത് പോയിരുന്ന് സ്വസ്ഥത ആചരിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് നമ്മൾ 7-ാം ദിവസം വിളിക്കുക. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഗൾഫിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആണ്, ഓസ്ട്രേലിയയിലാണല്ലോ, അപ്പൊ അത് എളുപ്പമുണ്ട് പറയാം, ഒക്കെ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേരൻസ് നാട്ടിലാണെങ്കിൽ, എന്നാണ് മോനെ പോകുന്നത്, എന്നാ നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ്, അടുത്ത ആഴ്ച പോവാ, ഇത്രയും നാൾ കൂടി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോവാണോ, ഒരാഴ്ച ഇങ്ങോട്ട് നിന്നിട്ട് പോയി കൂടെ ചോദിക്കില്ലേ പേരൻസ്? ചോദിക്കോ? ഓ, ഒരാഴ്ച കഴിഞ്ഞേ പോവുള്ളൂ എന്ന് ചോദിക്കോ? ഇല്ലല്ലോ, അങ്ങനെ ആരും ചോദിക്കില്ല. അതുപോലെ ദൈവത്തിനും ഈ നമുക്ക് എന്ന് പറഞ്ഞാൽ പേരൻസിന്റെ കൂടെ പോയിരിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല. പിള്ളേരുടെ കാര്യമാണ് നമുക്ക് അതിനൊക്കെ പ്രധാനം. അവരും അങ്ങനെയായിരുന്നു, നമ്മളും അങ്ങനെ ആയിരിക്കും, നമ്മുടെ പിള്ളേരും അങ്ങനെ ആയിരിക്കും, അല്ലേ? ശരിയല്ല? അങ്ങനെ ഈ തലമുറ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ നോക്കും നമ്മുടെ പേരൻസിന്റെ സുഖമോ സൗകര്യമൊന്നും അല്ല, നമ്മുടെ പിള്ളേരുടെയാണ്. പിള്ളേർ നമ്മുടെ കാര്യം നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ്, അവരുടെ പിള്ളേരുടെ കാര്യം നോക്കും. അതിങ്ങനെയാണ് തലമുറ മുമ്പോട്ട് പോകുന്നത്. പുറത്തോട്ട് അവർ വരില്ല. അപ്പൊ അപ്പനമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അവരെപ്പോഴും മക്കളെ നോക്കി ജീവിച്ചുകൊണ്ട് മക്കൾ കൂടെ ഒന്ന് താമസിക്കണം എന്നൊക്കെ. പക്ഷെ മക്കൾക്കും അവരുടെ മക്കളെ നോക്കി ജീവിക്കേണ്ട കാലം അത്. അതുകൊണ്ട് അപ്പനമ്മയ്ക്ക് മക്കളെ കിട്ടാറില്ല. അപ്പൊ അവര് പറയും, ഒരാഴ്ച കൂടെ നിൽക്കാം, കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് കാണാനുള്ള സന്തോഷം. ഈ ദൈവത്തിന് അങ്ങനെ ഒരു ഹൃദയമുണ്ട്. ദൈവം നമ്മെ എപ്പോഴും വിളിക്കുന്നുണ്ട്, ബാ എൻ്റെ കൂടെ സ്വസ്ഥതയിലിരിക്കുക. പക്ഷെ അവരുടെ പാപം നിമിത്തം, അവിശ്വാസം നിമിത്തം അവർക്ക് ദൈവത്തിന്റെ അടുത്ത് പോയി സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും നമ്മുടെ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. ആ വിശ്വാസമില്ലായ്മ നമ്മളെ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാൻ നമ്മളെ തടയുന്നു. ആ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ ദൈവവുമായി അനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത്. When we are at rest with the Lord, we are peaceful with the Lord, and that's the first mark of sanctification. We are being sanctified. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശുദ്ധീകരണത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ യോശുവയുടെ കാലത്തും ഈ വിശുദ്ധിയിലേക്ക് വരാൻ അതൊക്കെ ഭയങ്കര വേദനാജനകമായ കാര്യമാണ് കർത്താവിന്റെ ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ. കർത്താവ് ഇവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് ന്യായാധിപന്മാരിലൂടെ അവരുടെ മേൽ കർത്താവിന്റെ സമാധാനവും മഹത്വവും രാജ്യത്വവും ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് വേറൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റ് ജാതികൾക്കുള്ള പോലെ ഒരു രാജാവിനെ അന്വേഷിച്ചവർ പോയപ്പോൾ കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ഭയങ്കര പെയിൻഫുൾ ആയിട്ട് പറഞ്ഞു, അവരെന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന പറഞ്ഞു. ഓൾ ത്രൂ ദ ഹിസ്റ്ററി വി സീ ഗോഡ് കമ്മിങ് ആഫ്റ്റർ അസ്. കാരണം അത് അവന്റെ സ്നേഹമാണ്. അവൻ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ പിന്നാലെ നടക്കുകയും നമ്മൾ അവനെ തുടർച്ചയായി റിജക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വേദപുസ്തകത്തിൽ മുഴുവൻ കാണുന്നത്. അപ്പൊ യോശുവയുടെ കാലത്ത് അവർക്ക് സ്വസ്ഥത വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. അവർ അതിനുശേഷം അവരുടെ സ്വന്തം രാജ്യം പണിയാൻ വേണ്ടി പോയതുകൊണ്ട് they could not find the rest with the Lord.
അപ്പൊ അന്ന് അവർക്ക് സ്വസ്ഥത വരുത്തിയായിരുന്നെങ്കിൽ പിന്നീടും ഈ സ്വസ്ഥതയുടെ വാഗ്ദത്തം കിടക്കുകയില്ലായിരുന്നു, കാരണം അവരങ്ങ് പോയനെ. പക്ഷെ അങ്ങനെ പോയില്ല. അടുത്തത്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ 7-ാം ദിവസം തീർന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? തീർന്നിട്ടില്ല. ആ ശബത്ത് ഇന്നും നമ്മളെ വിളിച്ചോണ്ടിരിക്കുക. കം റെസ്റ്റ് വിത്ത് ദ ലോർഡ്. ഈ ശബത്തിന് അനുഭവത്തിലേക്ക് ഇന്നും നമുക്ക് വിശ്വാസത്താൽ പ്രവേശിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതൊരു വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. അതായത് എ സാങ്ക്ടിഫൈഡ് ഹാർട്ട് ഈസ് എ കാം പീസ്ഫുൾ ഹാർട്ട് വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്. അജിറ്റേറ്റഡ് ആകാത്ത, കടലുപോലെ ഇളകാത്ത, സുസ്ഥിരമായ ഒരു മനസ്സ്. അത് വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. വലിയ പാടല്ലേ ഇത്? നമ്മൾ ഇടപെടുന്ന ഓരോ ബിസിനസ്സുകൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം നടുവിൽ ഒരു സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ ഞങ്ങൾ കോട്ടയത്തെ നമ്മുടെ ചർച്ചിന്റെ ഒരു കൂട്ടായ്മ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി 10:45 ഒരു ബൈക്ക് ഒരു പയ്യൻ കള്ളു കുടിച്ച് പൂസായി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിലോട്ട് അടിച്ച് തെറിച്ചു പോയി റോട്ടിട്ട് പോയി വീണു. പെട്ടെന്ന് ഈ ഒരു എന്ത് സംഭവിച്ചു അയാൾക്ക് എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായി. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആ സമയത്ത് ഞങ്ങൾ കാറിന്റെ ഡോറ് തകർന്നു, റിയർ വ്യൂ മിറർ അടിച്ച് തെറിച്ചു പോയി. പാതിരാത്രി അയാളാണെങ്കിൽ റോഡിൽ ബൈക്കിന്റെ അടിയിൽ കിടക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറന്നു വരും ഞങ്ങൾ കണ്ടുകൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാണ് റോഡിന്റെ സൈഡിലേക്ക് ഇദ്ദേഹം വന്ന് അടിച്ച് തെറിച്ചു വന്ന് വീഴുന്നത്. ഒരു ഉൽക്ക വന്ന് വീഴുന്ന പോലെയായിരുന്നു. ആ സമയത്ത് ഒരു നിമിഷം ആ കർത്താവിന്റെ സമാധാനം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. സമാധാനമായിട്ട് എൻ്റെ ഹൃദയത്തിൽ, സാധാരണഗതിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു. ഈ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു മെഡിറ്റേഷൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ടായിരുന്നിരിക്കണം. ആ സമയത്ത് ഭയങ്കരമായ സമാധാനം തോന്നി. ഇറങ്ങി ചെന്ന് അയാൾ ആ ബൈക്ക് തള്ളി മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല, ബൈക്കിന് ഹെൽമെറ്റ് പോലും ഇല്ല, നടു റോഡില്. എന്നിട്ട് രാത്രി പോലീസ് സ്റ്റേഷനിൽ പോയി JD എൻട്രിയോ ഏതാണ്ടൊക്കെ എടുത്ത് പാതിരാത്രി 2 മണിയായി വീട്ടിൽ വന്നു. അപ്പൊ ഇങ്ങനെ ഏത് സമയത്തും നമ്മൾ പരീക്ഷിക്കപ്പെടാം. ഏത് സമയത്തും നമ്മൾ പരീക്ഷിക്കപ്പെടും. ചിലപ്പോൾ ഒക്കെ തോക്കും. ഇന്ന് ജയിച്ചെങ്കിൽ നാളെ തോക്കാം. ബിക്കോസ് മനുഷ്യർ അങ്ങനെയാണ്. ഇതൊരു വിശ്വാസത്താൽ നമ്മൾ അവകാശമായി എടുക്കുന്ന ഒരു റെസ്റ്റ് ദൈവം നമുക്ക് ഞാനിത് പറയാൻ കാരണം അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓരോ സമയത്തും നമ്മൾ പ്രഷറിൽ വരുമ്പോൾ ഈ ഒരു പ്രോമിസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ചാൽ അങ്ങോട്ട് പ്രവേശിക്കാം. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ എപ്പോഴും ആ ഒരു പ്രോമിസ് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അടുത്ത വാക്യം പറയാണ്, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന്. ഈ ഒരു വാക്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ് അടുത്ത വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. ഇതെങ്ങനെ മനസ്സിലാക്കാം? ആദ്യത്തെ 6 ദിവസം ദൈവം സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ച ദിവസങ്ങളാണ്. ഈ സൃഷ്ടി ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. എന്നാൽ 7-ാം ദിവസം എന്ന് പറയുന്നത് ഒരു ലോങ് ഡേ ആണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സന്ധ്യയായി ഉഷസായി 7-ാം ദിവസം എന്ന് പറയുമ്പോൾ ഈ ടൈം തീർന്നു പോയിട്ടുണ്ടാവും. നമ്മൾ നിത്യതയിലേക്ക് പോയിട്ടുണ്ടാവും. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. സന്ധ്യയാകുന്നു, ഉഷസാകുന്നു, ആ ദിവസം അവസാനിക്കുന്നു.
ഈ രാത്രിയെ കുറിച്ച് എന്താ പറയുക? സന്ധ്യയായി രാത്രിയായി എന്നല്ലേ പറയണ്ടേ? നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഈ സന്ധ്യാസമയത്താണ് ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു രാത്രി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത, ഇത് എവിടെ നിന്ന് വരും? ഇത് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് മാത്രമേ വരൂ. ആത്മാവിനല്ലാതെ ആർക്കും ഈ സ്വസ്ഥത തരാൻ കഴിയില്ല. അപ്പം 7-ാം ദിവസത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണ്. 7-ാം ദിവസത്തെ അപ്പൊ ഈ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ ഇതിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് പഠിച്ചത്. ഈ എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠിച്ച ശേഷം നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കല്യാണത്തിനല്ല ഏറ്റവും കൂടുതൽ വായിക്കുന്ന എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നത് ആ ഒരു വാക്യം, വേൾഡ് ഫേമസ് വാക്യമാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിൽ എന്ന പോലെ കർത്താവിന് എന്ന പോലെ സകലത്തിലും കീഴടങ്ങിയിരിക്കും. അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ചർച്ചയിൽ ഒരു കല്യാണം നടന്നാലും ഇത് നിങ്ങൾ പ്രസംഗിച്ചിരിക്കും, ഇല്ലേ? പ്രസംഗിക്കും. പക്ഷെ ഇതിനകത്ത് നമ്മളെല്ലാം മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നടക്കാറില്ല എന്നുള്ള കാര്യം. കർത്താവിന് എന്ന പോലെ ഭർത്താവിനെ കീഴ്പ്പെട്ട് മനസ്സുകൊണ്ട് കീഴ്പ്പെട്ട് ഇരിക്കുന്ന ഒരൊറ്റ ഭാര്യ പോലും ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. അവരുടെ ഉള്ളിൽ എന്തോരം ഞാൻ കീഴ്പ്പെടുന്ന ഒരു ചോദ്യമെങ്കിലും ഉണ്ടോ? 2, യേശു കർത്താവ് വളരെ മോശമായ ഒരു സഭയെ, അതായത് എല്ലാ പാപവും ചെയ്ത ശത്രുവായിരുന്ന കുറെ ആൾക്കാരെ ചേർത്ത് സഭയാക്കി. ആ സഭയെ വിശുദ്ധയാക്കാൻ വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കൊടുത്ത പോലെ നിങ്ങളുടെ ഭാര്യയുടെ ഒരു ചെറിയ ഒരു സ്വഭാവ പ്രശ്നം ക്ഷമിക്കാൻ പറ്റാത്ത നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ, കർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു കൊടുത്തു എന്ന് പറയുന്ന സ്നേഹിക്കണം. നമുക്ക് പുതിയ പാവം പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ ആ പാവം പിള്ളേര് വിചാരിക്കുന്നത് ഇന്ന് തൊട്ട് എന്റെ ഭാര്യ എന്നെ ഭയങ്കരമായിട്ട് അനുസരിക്കാൻ പോകുന്നു, എനിക്കും പറഞ്ഞനുസരിപ്പിക്കാൻ ഒരാളെ കിട്ടിയെന്ന. അവൾ വിചാരിക്കുന്നത് ഇനി ലോകത്താരും സ്നേഹിക്കാത്തവരെന്നെ സ്നേഹിക്കും. രണ്ടും നടക്കാൻ പോകുന്നില്ല. ഇത് പ്രസംഗിക്കുന്നവരാരും ഇത് പറയല് നടക്കരുതെന്നുള്ള കാര്യം. എന്നാൽ ഞാൻ പറയുന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല, നടക്കാൻ പോകുന്നുമില്ല. അതിന്റെ കാരണം നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും നേടാൻ പറ്റുന്ന ഒന്നല്ല കർത്താവിന്റെ നീതി. അത് അവൻ നമ്മെ വിശുദ്ധീകരിക്കാതെ, അവന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കാതെ, അവൻ നമ്മിൽ വസിക്കാതെ, അവന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കാതെ ഒരാൾക്കും എത്തി നോക്കാൻ പോലും പറ്റാത്ത പ്രമാണങ്ങളാണ് ഈ ബൈബിളിലുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പ്രവൃത്തികളാൽ ഇതെത്തില്ല, കർത്താവ് നിങ്ങളിൽ വസിച്ചാൽ മാത്രമേ എത്തുകയുള്ളൂ. അതുകൊണ്ട് അവനിൽ സ്വസ്ഥരായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അനുസരണക്കേടിൽ വീഴാതിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ പണി കൊണ്ട് ഇത് നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ശരിക്കുമുള്ള സാങ്ക്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലായി കാണുമായിരിക്കുമായിരിക്കും. എനിക്കും കുറച്ച് നേരത്തെ ബുദ്ധി കൊണ്ടൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അത് റിയലി ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാങ്ക്ടിഫിക്കേഷനാണ്. ഞാൻ കിടന്ന് അധ്വാനിച്ചാൽ എനിക്ക് കണക്കാ. ഞാൻ എന്ത് പണി ചെയ്താലും എനിക്കൊരു കണക്കുണ്ട്. അതിന് ഞാൻ ചെയ്തു, ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്ന അറിയോ? കേട്ടിട്ടുണ്ടോ ഇത് ഡയലോഗ് എവിടെയെങ്കിലും? നിങ്ങൾക്ക് എന്നോട് തിരിച്ച് എന്തെങ്കിലും സ്നേഹം ഉണ്ടോ? എന്തുകൊണ്ടാണ് ചോദിക്കുന്നറിയോ? ബിക്കോസ് അവർ ഫ്ലഷ് ഹാസ് കെപ്റ്റ് ആൻ അക്കൗണ്ട്. ഫ്ലഷ് ഹാസ് കെപ്റ്റ് ആൻ അക്കൗണ്ട്. ഈ ഫ്ലഷ് എപ്പോഴും അപ്പൊ കൂടുതൽ കൂടുതൽ സ്നേഹിക്കും തോറും നമ്മുടെ ഡിമാൻഡ് കൂടി വരിക. ഞാൻ അത്രയും ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, പോരാ. അത് പോരാന്നാണ് വേദോസം പറയുന്നത്. അപ്പൊ നമുക്ക് ട്രൂ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
നമ്മൾ ഇതിനെ മുഴുവൻ കാണുന്ന വേറൊരു ലൈറ്റിലാണ്. അവിടെയാണ് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ അങ്ങ് സ്വസ്ഥമാണ്. എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്നിലൂടെ പ്രവർത്തിക്കാതെ, നിന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണം ഇല്ലാതെ, എൻ്റെ അകത്തെ മനുഷ്യനെ നീ ശക്തിപ്പെടുത്താതെ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്വസ്ഥത അനുഭവിക്കുമ്പോഴേക്കും നമ്മുടെ പിടിയങ്ങ് വിട്ടു. ഇതാ കർത്താവേ ഞാൻ വിട്ടേക്കുന്നു. ഇത് നമുക്ക് ഈ പിടിവിടുന്ന കാര്യം കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന പിടി, അതായത് നമ്മൾ ഈ നല്ല ജീവിതം ജീവിക്കാനൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ റിസോഴ്സ് വെച്ചിട്ടാണ്. അതായത് ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഭയങ്കര ക്ഷമയും സ്നേഹമൊക്കെ ഉള്ളവരാണ്. അവരത് വെച്ചിട്ടായി ഇത് നന്നാക്കി എടുക്കാൻ ശ്രമിക്കും. നമ്മുടെ റിസോഴ്സ് വെച്ചിട്ടാണ്. ഈ നമ്മുടെ റിസോഴ്സ് വെച്ചിട്ട് എത്ര നന്നാക്കിയാലും കർത്താവിന് പ്രസാദമാവുന്ന രീതിയിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റാം. ഇനി നമ്മുടെ റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ നന്നാകുന്നതാണ് വിശുദ്ധ ജീവിതമെങ്കിൽ, നല്ല മിടുക്കന്മാരും നല്ല കുടുംബത്തിൽ പിറന്നവരും ചെറുപ്പം തൊട്ടേ നല്ലവരായ ആൾക്കാർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. മനസ്സിലായോ? ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവരുടെ സ്വർഗത്തിൽ പോയില്ല. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഹോർമോണുകൾ കാരണം വരുന്നത്, അവരുടെ പ്രകൃതം കാരണം വരുന്നത്. മോശം പ്രകൃതമുള്ളവർ ആരെയും കർത്താവ് രക്ഷിക്കുന്നില്ല എന്ന് വരും, ശിക്ഷിക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ശരിക്കും കർത്താവ് ആരെ രക്ഷിക്കുന്നത്? പാപത്തിൽ കിടന്ന ഒരാളെ കർത്താവ് എങ്ങനെ രക്ഷിക്കുന്നത്? അവന്റെ സ്വസ്ഥതയുടെ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത് 11-ാം വാക്യം, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്ത വണ്ണം വീഴാതിരിക്കേണ്ടതിന്. അപ്പൊ അനുസരണക്കേടിന്റെ ഒരു സമദൃഷ്ടാന്തം നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ എക്സാമ്പിൾ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളൊരു കോമൺ എക്സാമ്പിൾ ആണ് അനുസരണക്കേട്. എവിടെ നോക്കിയാലും അനുസരണക്കേടുണ്ട്. അതിൽ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവവുമായിട്ടുള്ളൊരു സ്വസ്ഥതയിൽ നമ്മൾ എത്തണം. ഇനി ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, ഈ മത്തായിയുടെ സുവിശേഷം തൊട്ട് വായിക്കുമ്പോഴുണ്ടാകുന്ന കഠിനമായ കൽപ്പനകൾ, എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ എസ്പെഷ്യലി വായിക്കുമ്പോൾ, അതിനകത്ത് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെ പറയുന്നത്. പഴയ നിയമത്തിലാണ് 2 പൊട്ടിയിൽ കൊടുത്തവരെ നന്നാക്കാൻ പറയുമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. അറിയോ? നമ്മുടെ പിള്ളേരെ പുതിയ നിയമം വായിച്ച് കേൾപ്പിച്ചാൽ നിങ്ങൾ പാടുപെടും. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുതെന്നാണ്. ദേഷ്യം വരാതിരിക്കും അവരുടെ പണികൾ കണ്ടാൽ. പക്ഷെ കൽപ്പന എന്താണെന്നറിയോ? നിങ്ങൾക്ക് ദേഷ്യം വന്നാലും അവർക്ക് ദേഷ്യം വരുത്തരുതെന്ന്. അപ്പൊ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചിലപ്പം പറയല്ലേ, നീ ഒന്നും നന്നാവൂലടാ, അവരുടെ ഉള്ളിൽ വിഷമവും ദേഷ്യവും വരും. അപ്പൊ കർത്താവ് പറയാണ് പൗലോസിലൂടെ, അവരെ ദേഷ്യം പിടിപ്പിക്കുക, പ്രൊവോക്ക് ചെയ്യരുത്. അവർ ചിന്തിക്കരുത് ദേഷ്യപ്പെടുന്ന ഓക്കെയാണ്, ദേഷ്യം വന്നാൽ 2 വർത്താനം പറയുന്നത് ഓക്കെയാണ്. എൻ്റെ അപ്പനും അമ്മയും ഭയങ്കര പ്രാർത്ഥനക്കാരാണെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദാറ്റ്സ് ഓക്കെ. എന്നോട് അവർ അത്രയും ദേഷ്യപ്പെട്ടെങ്കിൽ എനിക്കും ദേഷ്യപ്പെടാം. അപ്പൊ ദേഷ്യപ്പെടുമ്പോ എന്താണ് എത്ര ദേഷ്യം? ദേഷ്യം ഈസ് ഓക്കെ. അപ്പൊ പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ ശിക്ഷണത്തിന്റെ ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. പഴയ നിയമത്തിൽ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞിട്ടാണ് ഈ മക്കളെ ശിക്ഷിക്കാൻ വരുന്നത്. നമ്മൾ ശാബത്ത് ആചരിക്കുന്നു, നമ്മൾ കൊല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസാക്ഷ്യം ഒന്നും ചെയ്യുന്നില്ല. അതനുസരിച്ച ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മക്കളെ ശിക്ഷിക്കാൻ വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റാതെ നിലവിളിക്കുന്ന കുറെ പാവങ്ങളാണ് ഈ അപ്പനും അമ്മയും. അവരെന്ത് പറഞ്ഞുകൊണ്ട് മക്കളെ ശിക്ഷിക്കും? ശിക്ഷണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിന്റെ പ്രതിസന്ധിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കുണ്ടായ വലിയൊരു പ്രതിസന്ധിയാണ്. ഞാൻ വളരെ പിടിവാശിക്കാരനായ ഒരു മകനായിരുന്നു. എൻ്റെ അപ്പനമ്മ ഇവിടെ ഉണ്ടോ? 2 പേര് എന്നെ കൊണ്ട് മടുത്താണ് പണ്ടേ. പക്ഷേ എൻ്റെ മക്കളുടെ കാര്യം വന്നപ്പോൾ അവർ എന്നെക്കാളൊക്കെ വളരെ ഭേദമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെക്കാളും വളരെ വാശി കുറഞ്ഞവരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ അവർ എന്ത് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കും? എനിക്ക് ശിക്ഷിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു.
അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം ഇവരെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ നേരെ ഈ 5-6 പേരിൽ ചുറ്റും. ഐ വാസ് വേഴ്സ്. അതാണ് പുതിയ നിയമത്തിന്റെ പ്രശ്നം. വി ആർ ബ്രോക്കൺ. വി ആർ നത്തിങ് ടു ക്ലെയിം. വി ഹാവ് അച്ചീവ്ഡ് നത്തിങ്. അതുകൊണ്ട് പുൽപ്പിറ്റിലായാലും വീട്ടിലായാലും ഈ പുതിയ നിയമത്തിന്റെ പ്രമാണം മേക്സ് us humble and helpless. പണ്ട് സാക്പനൻ എന്ന് പറഞ്ഞൊരു ടീച്ചർ നിങ്ങൾക്ക് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന രസകരമായ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് എഗ്രി വിത്ത് ഓൾ ഹിസ് ടീച്ചിങ്സ്. അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ സാക്പനന്റെ കാര്യം പറഞ്ഞു, പിന്നെ അതെല്ലാം പ്രസംഗം കേട്ടാൽ എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഐ ഡോണ്ട് റെക്കമെൻഡ് ഓൾ ഹിസ് ടീച്ചിങ്സ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, ഹി ഹാഡ് സോ മെനി സച്ച് എക്സ്പീരിയൻസസ്. അദ്ദേഹം മിലിറ്ററി, ഈ നേവിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം വിശ്വാസി വന്ന ശേഷം സഭയൊക്കെ ആയി. ഒരു ദിവസം ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പം ഒരു മനുഷ്യനില്ല. 10 മണിക്ക് ചർച്ച തുടങ്ങുന്ന 10:15 ചിലർ വരുന്നു, ചിലർ 10:45 വരുന്നു. അപ്പൊ ചർച്ച് നിറയാൻ ഒരു 1.5 മണിക്കൂർ എടുത്തു. പുള്ളിക്ക് ഭയങ്കര വിഷമമായി. കാരണം നേവിയിൽ നിന്ന് വന്ന ഒരാളെ സംബന്ധിച്ചത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യം. പുള്ളി ഒരു ഘോരമായൊരു പ്രസംഗം എടുത്ത് ഞായറാഴ്ച നടത്തി. നിങ്ങളുടെ മക്കൾക്ക് ട്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് അവരെ ട്യൂഷൻ സെന്ററിൽ എത്തിക്കുക. എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് 5 മണിക്ക് പുറപ്പെടുമെന്ന് അറിഞ്ഞാൽ 3 മണിക്ക് തന്നെ കൃത്യമായിട്ട് ചെല്ലുക. നിങ്ങൾക്കൊരു ഇന്റർവ്യൂ, ഒരു ജോലി ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് വണ്ടി പിടിച്ച് ഓടിയോടെ ചെല്ലുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ ഇത്ര അവഗണിച്ച് നിങ്ങൾക്ക് തോന്നുന്ന പോലെ കടന്നു വരുന്നതെന്ന് വെച്ചാൽ ശരിയല്ലേ? ഒരു തകർപ്പൻ പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നേരം അദ്ദേഹം പറയുന്നത്, കർത്താവ് ചോദിച്ചു, നീ ശരിക്കും അവരുടെ രാജാവാണോ അതോ ശുശ്രൂഷകനാണോ? പുള്ളി ആലോചിച്ച് നോക്കിയപ്പോൾ രാജാവിനെ പോലെ പെരുമാറിയത്. പക്ഷെ ശരിക്കും കർത്താവ് നിയമിച്ചത് ശുശ്രൂഷകനായിട്ട്. പുള്ളി പറഞ്ഞ ഇങ്ങനെയാണ്, അടുത്ത സൺഡേ ചെന്നിട്ട് അദ്ദേഹം സോറി പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രസംഗത്തിൽ കേട്ടാണ്, ഞാൻ 9:30 ആകുമ്പോൾ മുതൽ ഇവിടെ റെഡി ആയിരിക്കും. സെർവന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എപ്പോൾ വന്നാലും അത് നിങ്ങളും ദൈവവും തമ്മിൽ. പിറ്റേ ആഴ്ച എല്ലാവരും കൃത്യമായിട്ട് വരാൻ തുടങ്ങി. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഓരോ പോയിന്റിലും നമ്മൾ ദൈവവുമായിട്ടുള്ള റെസ്റ്റിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ പ്രൊവോക്ഡ് ആകാതെ ആ സ്വസ്ഥതയിൽ നമുക്ക് ജീവിക്കാനും ജയിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്രൈസിസിൽ നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ രാജ്യമുണ്ട്. സ്വസ്ഥത ഇല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ രാജ്യം പണിതിരിക്കും. അവിടെ അനുസരണക്കേട് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ സ്വസ്ഥത? എന്താണ് ഈ സ്വസ്ഥതയുടെ അടിസ്ഥാനം? നമുക്ക് നോക്കാം. അടുത്ത വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് വിശദീകരിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട് അത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. ഇത് വിശദീകരിക്കണമെങ്കിൽ നമ്മൾ 5-ാം അധ്യായത്തിന്റെ അവസാനം വരെ വായിക്കണം ഈ ഒരു വാക്യം വിശദീകരിക്കണമെങ്കിൽ. എന്നാൽ അതിന്റെ അർത്ഥം വളരെ പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. ഈ ദൈവത്തിന്റെ വചനം എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ഇരുവായത്തിലുള്ള വാളെന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് പ്രസംഗിക്കുന്നതിനും വെട്ടും കേൾക്കുന്നതിനും വെട്ടും. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇരുവായത്തിലുള്ള വാൾ എന്താ ചെയ്യുന്നത്? 2 പേരെയും വെട്ടും, അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇരുവായത്തിലുള്ള വാളുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും. ഇത് ഇരുവായത്തിലുള്ള വാളാന്നല്ല, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഓക്കെ, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. അപ്പോൾ ഏതോ ഒരു വാളുണ്ട്, ഇരുവായത്തിലുള്ള ഏതോ ഒരു ഭയങ്കര വാളുണ്ട്. ആ വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും,
ഓക്കെ, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാവുന്നു. അപ്പോൾ ഇരുവായത്തിലുള്ള വാള് വേറൊരാളെ വെട്ടുന്ന കാര്യമോ എന്നെ വെട്ടുന്ന കാര്യമോ അല്ല പറയുന്നത്. അത് പ്രാണനെയും ആത്മാവിനെയും വിഭജിക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രാണനിൽ വരുന്ന ചിന്തകളും ആത്മാവിൽ വരുന്ന ചിന്തകൾ ഒരുപോലെ ഇരിക്കുമെന്ന് നമുക്ക് തോന്നിയാലും ഈ വചനം എന്ന വാള് കിടക്കുമ്പോഴാണ് അത് രണ്ടും രണ്ടായിട്ട് കാണുന്നത്. ഇത് രണ്ടായിട്ട് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ നല്ല പ്രവൃത്തികൾ എന്ന് വിചാരിച്ച് ചെയ്തിരുന്ന പല പ്രവൃത്തികളും ആത്മാവിൽ നിന്നല്ലായിരുന്നു, അത് പ്രാണനിൽ നിന്നായിരുന്നു എന്ന് കാണുന്നത് ഈ വാൾ ഇതിനെ രണ്ടായിട്ട് വിഭജിച്ച് കാണിക്കുമ്പോഴാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം, അതൊരു പക്ഷേ സഹായകരമായേക്കാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നുപോയൊരു കാലമുണ്ട്. ദാരിദ്ര്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആഹാരം കഴിക്കാൻ കഷ്ടിച്ച് മാത്രം സാധിക്കുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഈ അടുത്തുള്ള കടയിൽ വന്ന ചെറിയ ലോൺ, 40 രൂപയുടെ ലോൺ പോലും കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കാലം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. ഞാനൊരു സ്വപ്നം കാണാം. ആ സ്വപ്നത്തിൽ ഞാൻ ഒരു പാറയുടെ മുകളിൽ കൂടെ ഇടുക്ക് വഴിയിലൂടെ നിരങ്ങി നിരങ്ങി മുള്ളിനിടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വപ്നത്തിലാണ് ഈ മുള്ളിനിടയിലൂടെ ഒരു നല്ല റോഡ് പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കാണും. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ പറയാണ്, ദൈവമേ, ഒരു നല്ല വഴി നീ ഞങ്ങൾക്ക് ഈ കഷ്ടതയുടെ നടുവിൽ ഒരു നല്ല വഴി തുറന്നു തന്നതിനായിട്ട് സ്തോത്രം എന്നെന്റെ വായിൽ വരിക. പെട്ടെന്ന് കണ്ണു തുറന്നു. സ്വപ്നമാണോ ദർശനമാണോ? ഭയങ്കര ആശ്വാസമായിരിക്കുമല്ലോ കണ്ടു കഴിഞ്ഞു. പക്ഷെ കണ്ണു തുറന്ന ഉടനെ കർത്താവിന്റെ വചനം ഒരൊറ്റ വെട്ടായിരുന്നു, പ്രാണനെ ആത്മാവിനെ വേർതിരിച്ചു. കർത്താവിന്റെ വചനം ഇതായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്: നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലേക്ക് കടക്കുന്നവർ അനേകരുമാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയിൽ നിന്നൊരു വലിയ ഓഫർ വരുമോ? ഞങ്ങളുടെ ആന്ധ്രാപ്രദേശിലുള്ള വർക്ക് മുഴുവൻ അവർ സപ്പോർട്ട് ചെയ്തു. വിശാലമായ വഴി വന്നു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പേ കർത്താവിനോട് സംസാരിച്ചു കഴിഞ്ഞു, ആ വിശാലമായ വഴിയെ പോകുന്നത് നാശത്തിലേക്കാണ്. അന്ന് ഞാൻ ആ വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പല കെട്ടിടങ്ങളുണ്ടായതിന്, ചിൽഡ്രൻസ് ഹോമുകളുണ്ടായതിന്, HIV കെയർ സെന്ററുകൾ ഉണ്ടായതിന്, സ്കൂളുകളുണ്ടായതിന്. ഇപ്പോൾ ഞാൻ ഈ ശനിയാഴ്ച അവിടെ ഇരുന്ന് എത്ര പേര് വീട്ടിൽ പോയി, അടുത്ത ആഴ്ചക്കുള്ള സ്റ്റോക്ക് എങ്ങനെയുണ്ട്, അമേരിക്കയിലുള്ള പൈസ അക്കൗണ്ട് ശരിയാക്കിയോ, എത്ര പൈസ ബാക്കിയുണ്ട്, പിള്ളേർക്ക് അസുഖം എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മരിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞേനെ, ഒന്നുമില്ലാത്തവനായി ഞാൻ ആന്ധ്രയിലേക്ക് വന്നു, ദൈവം വിത്ത് ഓൾ വൈബ്രേഷൻസ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞേനെ. ഞാൻ നിങ്ങളോട് എല്ലാം പ്രസംഗിച്ചേനെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന്. പക്ഷെ കർത്താവ് ആ വചനം എന്ന വാള് വെച്ച് കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് അത് പ്രാണന്റെ വഴിയായിരുന്നു. വീണ്ടും ഞാൻ ഈ മുള്ളിനിടയിലുള്ള ഇടുക്ക് വഴി വളരെ കുറച്ച് ആളുകൾ മാത്രം പ്രവേശിക്കുന്ന, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന, ക്രിസ്തുവിന് മാത്രം വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന, അവനുമായുള്ള സ്വസ്ഥത നഷ്ടപ്പെടുത്താത്ത ആ വിശുദ്ധീകരണത്തിന്റെ ഒരു ഇടുക്ക് വഴി എനിക്ക് കാണിച്ചു തന്നു എന്നും അതാണ് എൻ്റെ വഴി എന്നുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും ഈ വചനം ശോധന ചെയ്ത് മുറിച്ച് നോക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ, ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിക്കപ്പെടും. നമ്മളിങ്ങനെ തുറന്ന് കർത്താവിന് മുമ്പിൽ ഇങ്ങനെ കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വൃത്തികേടായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ മോട്ടീവും, നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ ചിന്തകളും, അശുദ്ധികളും, നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് ചിന്തിച്ചതും ശത്രുക്കളെ കുറിച്ച് ചിന്തിച്ചതും, ഇതെല്ലാം ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ കിടക്കുക.
അകം പുറം ഈ വചനം എന്ന വാളെടുത്ത് പരിശോധിച്ച് ആത്മാവിനുള്ളത് വേർതിരിച്ച് ബാക്കിയുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. അടുത്ത വാക്യം എന്താ പറയുന്ന അറിയാമോ? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും സകലതും അവന്റെ മുന്നിൽ, അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അപ്പൊ ഈ വാൾ എന്ത് പണിയാ പറ്റിച്ചേക്കുന്നത്? ഈ വാള് നമ്മളെ എന്താക്കി മാറ്റി? ഈ വചനം നമ്മളെ വിവേചിച്ച് പരിശോധിച്ച് നമ്മളെ നഗ്നതും മലർന്നതുമായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയം മുഴുവൻ അവന്റെ മുമ്പിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ ഞാൻ ഒരു കഥയും കൂടെ പറയേണ്ടി വരും. ഈ കഥ ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് പറഞ്ഞാൽ ഈ ഒരു വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം ആന്ധ്രയിലായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരാൾ മർദ്ദിച്ചു, തല്ലി. ഒരു സ്ത്രീ വന്നിട്ട് കരണക്കുറ്റി നോക്കി 3 അടി അടിച്ചു. പെട്ടപ്പെട്ടാന്ന് കേട്ടു. ഞാൻ ഒരു 50 മീറ്റർ ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ. കാരണം തിരിച്ചടിച്ചില്ല. ഈ തിരിച്ചടിക്കാതിരിക്കാനുള്ള കൃപ എന്ന് പറഞ്ഞൊരു ഭയങ്കര കൃപയാണ്. നമ്മളാൽ തള്ളി മാറ്റാനൊക്കെ നമുക്കായിട്ടൊരു ഇൻസ്റ്റിങ്ക്ട് തോന്നും. ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് പുഷിംഗ് ബാക്ക് ഉണ്ടല്ലോ, അതുപോലും ഉണ്ടായില്ല. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവെ, ഈ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് പറഞ്ഞു, സ്തോത്രമൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ഹൃദയത്തിൽ ആ സ്ത്രീയോട് വൈരാഗ്യം അടിച്ചാളും. അപ്പൊ നമ്മൾ വെളിയിൽ എന്ത് ചെയ്യുന്നുള്ളത് അതാ. ഈ പ്രവൃത്തിയിൽ നമ്മൾ പോയി. ഈ പ്രവൃത്തി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഹൃദയം ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ അയൽവക്കക്കാരന് ഇല്ലാതിരുന്നപ്പോൾ 500 രൂപ കൊടുത്തു. ദൈവം അത് മൈൻഡ് ചെയ്യുന്നില്ല. ഹൃദയത്തിനകത്ത് 500 രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ ചിന്ത വന്നത് മാത്രമല്ല നോട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ വിവേചിച്ച് നോക്കി കഴിയുമ്പം എൻ്റെ ഉള്ളിൽ വന്ന സ്വയത്തെ നീതീകരിച്ച് ജസ്റ്റിഫൈ ചെയ്തത്, മറ്റുള്ളവരുടെ കണക്ക് വെച്ചത്, എന്നാലും അവനാ പൈസ തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കൊടുത്തതിന്റെ എഫക്റ്റ് തീർന്നു. നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞോ? പൊളിയുന്നില്ലെങ്കിൽ നിങ്ങൾ വചനം എന്ന വാളിനാൽ പരിശോധിക്കപ്പെടുന്നില്ല എന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് എങ്ങനെ സ്വസ്ഥത ഉണ്ടാകുമെന്നായി പറയും. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ കിടക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറയാണ്, മക്കളെ, പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ചോ. വിശ്വാസത്താൽ മാത്രമേ സ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ആ റെസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു സാധനമാണ്. ആ റെസ്റ്റ് ഉണ്ടെങ്കിലേ പ്രവൃത്തി ഉണ്ടാവുള്ളൂ, അല്ല അനുസരണക്കേട് നമ്മൾ വീഴും. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ സ്വീകാരം എന്ന് പറയുന്ന പ്രത്യാശയാണ്. കഴിഞ്ഞ നമ്മൾ പ്രത്യാശയെ കുറിച്ച് കണ്ടില്ല. അപ്പൊ നമ്മൾ ആകെ പോക്കാണ്. പക്ഷെ നമുക്ക് ആകെ പ്രത്യാശ പിടിച്ചുകൊള്ളാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് കേട്ടിട്ട് കാര്യമില്ല. കാരണം സുവിശേഷം അങ്ങനെ പൊളിഞ്ഞവർക്കുള്ളതാണ്. അവർ ആത്മാവിനാൽ വിവേചിക്കപ്പെട്ട്, വചനത്താൽ വിവേചിക്കപ്പെട്ട്, ഞങ്ങളിൽ ഒരു നന്മയും ഇല്ല എന്നൊരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ ഈ സുവിശേഷം കൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ. ആകയാൽ ദൈവപുത്രനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കാം. ഈ പ്രത്യാശയുടെ സ്വീകാരം നമുക്ക് ഇപ്പോഴും പോകാതിരിക്കുന്നതിന്റെ കാരണം ഈ മഹാപുരോഹിതനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മഹാപുരോഹിതന്റെ ആണയെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് ഈ പൗലോസാണ് എഴുതുന്നത് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, തീർച്ചയായിട്ടും. ഈ എബ്രായ ലേഖന കർത്താവ് 6-ാം അധ്യായത്തിലെ ഈ മഹാപുരോഹിതനാൽ നമുക്ക് ലഭിക്കുന്ന ആണയെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ ഒന്നുമില്ലായ്മ എക്സ്പോസ് ചെയ്തിട്ടാണ്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? മഹാപുരോഹിതനാൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ പാസ്റ്റർ ജസ്വിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. എബ്രഹാം ലോത്തിന് വേണ്ടി അപേക്ഷിച്ചതുപോലെ ഞാന് പാസ്റ്റർ ജസ്വിന് വേണ്ടി ദൈവത്തോട് പറയാം, കർത്താവെ, ഈ പാസ്റ്റർ ജസ്വിനെ ഓർത്ത് ഓസ്ട്രേലിയ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവിനോട് ചോദിക്കും, നിനക്ക് ആളെ ശരിക്കും അറിയോ? ഞാൻ പറയും, പിന്നെ എനിക്ക് ശരിക്കറിയാം, വളരെ നല്ലൊരു മനുഷ്യനാണ്. കർത്താവ് പറയും, വചനം കീറി മുറിച്ചിട്ടേക്കാണ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ആള്. തന്നെയല്ല, നീ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടല്ലോ, നിന്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതിയായിട്ട് നിൽക്കുന്നു, ഒരു അഡ്വക്കേറ്റ് വന്ന് ഞാൻ നല്ലതാണെന്ന് വാദിക്കുന്നു. പക്ഷെ എന്നെ വിസ്തരിക്കുന്ന ജഡ്ജിയുടെ വീട്ടിൽ ഞാൻ മോഷ്ടിച്ചതിന് പണ്ട് പിടിച്ചിട്ടുള്ള ജഡ്ജി. അപ്പൊ ജഡ്ജിക്ക് ശരിക്കറിയാം ഞാൻ കള്ളനാണ്. ഈ അഡ്വക്കേറ്റ് എന്ത് വാദിച്ചാലും ഞാൻ കള്ളനാണെന്നുള്ള കാര്യം ജഡ്ജിക്ക് അറിയാവുന്നത് കൊണ്ട്
ഇപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ ജഡ്ജിന് നമ്മളെ ഈ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കൂടുതൽ അറിയാം. മനസ്സിലായോ? രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന്റെ കാരണം ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവത്തിന് എന്നെ അറിയാം, ഈ പ്രാർത്ഥിക്കുന്ന ആരെക്കുറിച്ചാണ് അവരെ അറിയാം. ഇതെല്ലാം ഈ വചനം കീറി മുറിച്ച് ഒന്നുമില്ല നഗ്നോ മലർന്നുമായിട്ട് ഇട്ടേക്കുക. എങ്ങനെ രക്ഷപ്പെടുന്നറിയാം? അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാദം. അപ്പൊ പിതാവ് ചോദിക്കും, ചേസിന്റെ സ്വഭാവം അറിയാമല്ലോ. അപ്പൊ കർത്താവ് പറയും, അറിയാം, ഞാൻ അവൻ ജീവിച്ച അതേ അനുഭവത്തിലൂടെ കയറി ഇറങ്ങിയതാണ്. അവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഓരോന്നും അവന്റെ രോഗവും എല്ലാം ഞാൻ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഞാൻ ശരിയാക്കിക്കോളാം. കർത്താവെ, നീ അവനെ രക്ഷിക്കണം, പിതാവെ നീ അവനെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാപുരോഹിതൻ എന്നെ അകം പുറം അടി മൂടി അറിയും. എന്നെ രക്ഷിക്കുമ്പോഴേ അവൻ എന്നെ അറിയാമായിരുന്നു, ഇന്നും അവൻ എന്നെ അറിയാം. എന്നിട്ടും അവൻ എനിക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മധ്യസ്ഥ അണിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടാവുന്ന നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രത്യാശയെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇതാണ് എബ്രായ ലേഖനം പറയുന്നത്, പ്യുവർ ഗ്രേസ്. അവനെ ശരണം പ്രാപിച്ചവരാരും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം. The grace has saved us. അടുത്ത വാക്യം പറയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പൊ സഹതാപമാണ് നമ്മളോട്. ആ സഹതാപത്തിൽ നിന്നാണ് ഈ മഹാപുരോഹിതൻ ചേസിനെ പിടിച്ചേക്കുന്നത്. സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊള്ളാവുന്നവനായതുകൊണ്ട് അങ്ങനെയല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സഹതാപം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ നമുക്ക് ദൈവമായിട്ട് റെസ്റ്റ് ഉണ്ട്. എന്താ റെസ്റ്റ് എന്ന് പറയുന്നത്? എൻ്റെ മഹാപുരോഹിതൻ എനിക്ക് അവിടെ ഉണ്ട്. സോ മൈ റെസ്റ്റ് ഈസ് ഓൺ ദാറ്റ്. പലതരത്തിലുള്ള റെസ്റ്റുകളുണ്ട്. ചില പരീക്ഷന്മാർ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾക്കറിയാം പരീക്ഷന്റെ ചുങ്കക്കാരൻ്റെ കഥയിൽ ആരാണ് ശരിക്കും റെസ്റ്റ് ഉണ്ടായിരുന്നത്? കർത്താവിന്റെ അടുത്ത് വരുന്നവരെ. കർത്താവിന്റെ അടുത്ത് വരുന്നവരെ പരീശൻ ഭയങ്കര റെസ്റ്റിലും ചുങ്കക്കാരൻ ഭയങ്കര അസ്വസ്ഥതയിലുമായിരുന്നു, അല്ലെ? പരീശൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്തൊക്കെ കർത്താവ് അംഗീകരിച്ചിട്ടുണ്ട്, 1 2 3 4 5 അത്രയും മതിയായിരുന്നു അവന് സ്വസ്ഥത. ആ സ്വസ്ഥത എവിടെ നിന്നുണ്ടായതാ? ആ സ്വസ്ഥത അവന്റെ പ്രവൃത്തികളിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ അവന്റെ പ്രവൃത്തികൾ നോക്കിയിട്ട് യാതൊന്നും കാണാനില്ലായിരുന്നു. അവൻ അസ്വസ്ഥനായി. അവൻ കർത്താവിനോട് സ്വസ്ഥതയില്ലാതെ നിലവിളിച്ചു. സ്വസ്ഥതയില്ലാതെ നിലവിളിച്ചു. കർത്താവെ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അധികം നിലവിളിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി സ്വസ്ഥത പ്രാപിച്ചു. ഹി went back home, went home justified. മറ്റവന്റെ ഉള്ള സമാധാനോടെ പോയി. കർത്താവ് മിണ്ടുന്നില്ല. ഞാനൊരു ബാബേൽ ഉണ്ടാക്കി കർത്താവിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുന്നു, കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ കൊണ്ടു ചെല്ലുന്നു, കർത്താവ് അത് മൈൻഡ് ചെയ്യുന്നില്ല. കായിന്റെ യാഗം പോലെ ആയി പോകുന്നു. അതിലെന്റെ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്നു. അതിലെന്റെ സ്വാർത്ഥത, ഞാൻ നീതിമാൻ എന്നുള്ള എൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെതല്ലാത്തൊരു നീതി കൊണ്ടുള്ള സംതൃപ്തി എന്നെ തകർത്ത് കളയുന്നു. അപ്പൊ നമ്മുടെ സ്വസ്ഥത എവിടെ നിന്ന് വരുന്നതാണ്? എങ്ങനെ വരുന്നതാണ്? ഓക്കെ, ഞങ്ങളെ ഈ ചെറുപ്പത്തില് വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് ക്രൂസൈഡ്, ഇങ്ങനെയുള്ള സ്റ്റുഡൻറ് സംഘടനകളിലൂടെയൊക്കെ ഞാൻ കർത്താവിന് ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ക്യാമ്പസ് ക്രൂസൈഡിന്റെ മിനിസ്റ്ററിലൂടെ കോളേജ് പഠിക്കുന്ന കാലത്ത്. അപ്പൊ അവർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ക്വയറ്റ് ടൈം. ഒറ്റയ്ക്ക് കൂട്ടായിട്ടും വേദപുസ്തകമായിട്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, കർത്താവിനെ കുറിച്ച് മെഡിറ്റേഷൻ, കുറച്ചു നേരം പ്രാർത്ഥിക്കുക, സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. അത് അവിടെ നിന്ന് കിട്ടിയ ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ രാവിലെയാണ് അവർ എൻകറേജ് ചെയ്യുന്നത്, ഒരു 5:30 എഴുന്നേറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഐ എം എ നൈറ്റ് ഓൾ, എനിക്ക്
രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ രാവിലെ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് അന്ന് മുഴുവൻ വെച്ചൊരു ഉറക്കം വരും. എനിക്കൊരു രാവിലെ 4 മണിക്ക് കിടന്നാലും മതി, ഒരു 7:30 വരെ ഉറങ്ങണം, അത് മതി. ഭയങ്കര സ്വസ്ഥ, ഭയങ്കര അലേർട്ട് ആൻഡ് അവേക്ക് ആയിരിക്കും. ഐ എം എ നൈറ്റ് ഓൾ, രാത്രി മൂങ്ങ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, രാവിലെ തന്നെ ഇരിക്കണം. അപ്പൊ അവർ പറഞ്ഞു, രാവിലെയാണ് ഏറ്റവും നല്ല സമയം, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, വേറെ ആൾക്കാരൊന്നും ശബ്ദം ഉണ്ടാക്കാനില്ല, ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഏറ്റവും നല്ല സമയം രാവിലെ തന്നെയാണ്. ഞാൻ അന്ന് വിചാരിച്ചാൽ ശരിയായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ വലിയ കാര്യമില്ല. കാരണം ആരും മിണ്ടാത്തപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. എല്ലാവരും ബഹളം വയ്ക്കുമ്പോൾ, രക്തത്തിനായി മുറവിളി കൂട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? മുഴുവൻ ചുറ്റും ബഹളമായിരിക്കുമ്പോൾ നമുക്ക് ഈ ശബത്ത് കിട്ടുമോ? നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ശബത്ത് കിട്ടുമോ? നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ, നമ്മൾ രോഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നമുക്ക് ഈ ലോകത്തിൽ അധികം ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ, നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ, നമുക്ക് ഈ ലോകത്ത് ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ ഈ റെസ്റ്റ് ഉണ്ടാവും. കർത്താവ് ക്രൂശിൽ അനുഭവിച്ചതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, കർത്താവിനെ പിടിച്ചോണ്ട് പോയവരും പത്രോസിനെ എന്നെ വല്ലതും പിടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ ഞാൻ ആ ദേശം മുഴുവൻ മുഴങ്ങുമാർ ബഹളം ഉണ്ടാക്കി. പക്ഷെ കർത്താവ് നിശബ്ദനായിരുന്നു. ഹി സഫേർഡ് ഇൻ സൈലൻസ്. അവൻ ഭയങ്കരമായൊരു ക്വയറ്റ് ടൈം എടുത്തവിടെ വിത്ത് ദ ഫാദർ. ഹി വാസ് അറ്റ് പെർഫെക്റ്റ് റെസ്റ്റ്. അവൻ അവന്റെ പ്രവൃത്തികളിൽ നിന്ന് ആ ക്രൂശിൽ വിരമിച്ചു. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞവൻ ആദ്യമായിട്ട് ക്രൂശിൽ തലചായ്ച്ചു. അവനെ ക്രൂശ് മാത്രമേ കിട്ടുള്ളൂ, തലചായ്ക്കാൻ ഒരു പാട്ടുണ്ട്. ഹി കുഡ് നോട്ട് റെസ്റ്റ് എന്നതിനർത്ഥം വേറൊരു നിങ്ങൾ ഉറങ്ങിയില്ലെന്നല്ല. ഹി കുഡ് നോട്ട് റെസ്റ്റ് അണ്ടിൽ ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. ആ അധ്വാനം മുഴുവൻ എന്റേതായിരുന്നു. ഫിസിക്കലി അവൻ എത്രയും ടയേർഡ് ആൻഡ് ടാക്സ്ഡ് ആണെങ്കിലും ഹിസ് മൈൻഡ് വാസ് അറ്റ് റെസ്റ്റ് വിത്ത് ദ ലോർഡ്, except when he carried my anguish in the garden of Gethsemane. അപ്പോൾ കർത്താവ് അന്ന് അനുഭവിച്ച ആ റെസ്റ്റ്, അത് എനിക്കൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം എങ്ങനെ ലഭിക്കും? ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ദാറ്റ് വി എൻറ്റർ ഇൻടു ദോസ് പ്രോമിസസ്. തക്ക സമയത്ത് ദൈവം നമുക്ക് തരുന്നു. ഓരോ സമയത്തും നമ്മുടെ ഓരോ പ്രതിസന്ധിയുടെ നടുവിൽ നീഡ് ബൈ നീഡ് ബേസിസ് ദ ലോർഡ് ഡീൽസ് വിത്ത് us and gives us his peace. ഇതാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്തുനിന്ന് പ്രാപിക്കുന്ന സ്വസ്ഥത. ആ സ്വസ്ഥത നമ്മൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും 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 എത്തിക്കുന്നു. കൃപാസനത്തിനടുത്തേക്ക് ധൈര്യപൂർവ്വം പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകുന്നു. ആ ഒരു റെസ്റ്റ് നമ്മുടെ അവകാശമാണ്. അപ്പൊ എന്നാണ് ശബത്ത്? ഇന്നാണ് ശബത്ത്. അപ്പൊ ശനിയാഴ്ചയാണ് നിങ്ങൾ പറയരുത്, എന്ന് വായിച്ചാലും ഇന്നാണ് ശബത്ത്. ശരിക്കും നാം ശബത്തിലേക്ക് ഒരു ലോങ് 7th ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 6 ദിവസവും സൃഷ്ടിയും 7ാം ദിവസം വീണ്ടെടുപ്പുമാണ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് റെസ്റ്റിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അവന്റെ സ്വസ്ഥത നാം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവൻ വിശ്വസിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് അവന്റെ രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ, നിങ്ങളുടെ സമ്പത്തിന്റെ അപഹാരം സന്തോഷത്തോടെ സഹിപ്പിൻ എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊന്നും പോയാലും റെസ്റ്റിനൊരു തടസ്സം ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ റെസ്റ്റ് ഇവിടെയുള്ള വാഗ്ദത്തങ്ങളിന്മേലല്ല, സ്വർഗീയ വാഗ്ദത്തങ്ങളുടെ മേലാണ്. നിങ്ങൾക്ക് ഈ സ്വർഗീയ വാഗ്ദത്തങ്ങളുടെ മേൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു റെസ്റ്റ് ഓൺ ദോസ് പ്രോമിസസ് ഓഫ് ഗോഡ്? നിത്യമായ തേജസ്സിന്റെ വാഗ്ദത്തത്തിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. ഇതൊരു പ്രൈമറി പ്രിൻസിപ്പിളാണ്. ഈ ബൈബിളിലെ വിശുദ്ധീകരണത്തെക്കുറിച്ച് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ പരാമർശം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ പുറപ്പാടിലെ വിശുദ്ധീകരണത്തിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് മോശയോട് പറയുന്ന ഒരു
പ്രസ്താവനയുണ്ട്. മോശയോട് ഇങ്ങനെ പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കുക. ദ സാങ്ക്ടിഫിക്കേഷൻ. എന്താണ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത? ഇറ്റ്സ് എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ആണ്. ഈ ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് മോശയെ സംബന്ധിച്ച് എന്തായിരുന്നു? മോശയെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ലിസണിങ് എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, ഹി ലിസൺഡ് ആൻഡ് ഹി ലേൺഡ്. ദൈവം ആരാണെന്ന് അവന് മനസ്സിലായത് അവിടെ തൊട്ടാണ്. ദൈവം അവന് വെളിപ്പെടുന്നു. ദൈവം ആരാണ് എന്ന് അവന് വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, പൊതു വെളിപ്പാടനുസരിച്ച് ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാമെങ്കിലും ദൈവം ആരാണെന്ന് അറിയില്ല. അത് ദൈവം വെളിപ്പെടുത്തി തരണം. അതൊരു വിശുദ്ധ ഭൂമിയിലാണ് റെവലേഷൻ നടക്കുന്നത്. ദ ഗ്രൗണ്ട് ഓൺ വിച്ച് വി നോ ദ ലോർഡ് ഈസ് എ സാങ്ക്ടിഫൈഡ് ഗ്രൗണ്ട്. അവിടെ ഞാൻ ഇന്നലെ വരെ നടന്ന നടപ്പ് കൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. എൻ്റെ ചെരുപ്പ് അവിടെ അഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ദൈവം എങ്ങോട്ടാണ് എന്നെ നടത്തുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മൾ ചെരുപ്പിട്ട്, അന്നൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ചെരുപ്പിടുന്നത്. വീടിനകത്ത് ചെരുപ്പിടുന്ന ശീലം പുതിയ ശീലമാണ്. അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ചെരുപ്പിട്ടുണ്ടാ പോകുന്നത്. കർത്താവ് പറയണത്, ഊരിയേക്ക്, നിന്റെ യാത്രകൾ അവസാനിപ്പിച്ചേക്ക്, ഇനി ഞാൻ പറയുന്നിടത്ത് നീ പോയാൽ മതി. കാരണം മോശ മനസ്സിലാക്കുകയാണ് ദൈവം ആരാണ്. എബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായവോ, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറയുന്ന ദൈവം. ഈ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ള ദൈവത്തിന്റെ ഇൻട്രൊഡക്ഷൻ, അത് നമുക്ക് ഭാഗികമാണ്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആകുന്നു പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ കർത്താവാണ് അത് വിശദീകരിച്ചത്. ഞാൻ ആകുന്നവൻ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് എന്ന് കർത്താവ് പറയുമ്പോൾ, ഈ ഐ ആം ദാറ്റ് ഐ ആം എന്ന് യഹോവയുടെ പ്രസ്താവന എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പം ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചവനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത്, പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുന്നതാണ് നിത്യജീവൻ. അപ്പൊ സാങ്ക്ടിഫിക്കേഷന്റെ അടുത്ത തലം എന്ന് പറയുന്നത്, ഇൻ ദാറ്റ് റെസ്റ്റ് യു ലേൺ, ലിസൺ ആൻഡ് നോ ദ ലോർഡ് എന്നുള്ളത്. ദൈവം ആരാണ്, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അവന്റെ സ്വഭാവം എന്താണ്, അവൻ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഇറ്റ് ഈസ് ബൈ വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഒന്നാമത് നമ്മൾ കണ്ടത് സാങ്ക്ടിഫിക്കേഷൻ ഇൻവോൾവ്സ് എ റെസ്റ്റ്. രണ്ടാമത് നമ്മൾ കാണുന്നത് സാങ്ക്ടിഫിക്കേഷൻ ഇൻവോൾവ്സ് റെവലേഷൻ. അത് വിശുദ്ധീകരണത്തിന്റെ വേറെ അടയാളമാണ് എനിക്ക് കർത്താവ് പറയുന്ന ഭാഷ മനസ്സിലാകുന്നുണ്ടെന്നുള്ളത്. ദൈവം എന്നോട് സംസാരിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത്, അവൻ ആരാണ്, അവന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതും വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. ഇഫ് യു ക്യാൻ ഡിസൈൻ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ഡിസൈൻ വാട്ട്സ് ഹോളി ആൻഡ് വാട്ട്സ് നോട്ട്, അത് വിശുദ്ധീകരണം ഉള്ളവർക്ക് സാധിക്കുള്ളൂ. സ്പിരിറ്റ് ഡിവൈഡ്സ് ബിറ്റ്വീൻ വാട്ട് ഇസ് ഗോഡ്ലി ആൻഡ് വാട്ട്സ് കോമൺ. ഇത് നമുക്ക് ത്രൂ ഔട്ട് ബൈബിളിൽ കാണാൻ പറ്റും. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിസണിങ്ങുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ഐസയ ചാപ്റ്റർ 50 വേഴ്സ് 4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ വാ തുറന്നാൽ എങ്ങനെയായിരിക്കുള്ളൂ? തളർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആശ്വാസം പ്രാപിച്ച് എഴുന്നേക്കും. അത് ശിഷ്യന്റെ നാവിന്റെ പ്രത്യേകതയാണ്. ഈ ശിഷ്യന്മാരുടെ നാവ് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എല്ലാം അസ്വസ്ഥത ഉണ്ടാകും. അടുത്തത്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവി ഉണർത്തുന്നു. അപ്പൊ ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേക തരം ചെവിയുണ്ട്. മറ്റുള്ളവർ കേൾക്കാത്തത് അവർ കേൾക്കും.
കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കേൾപ്പാൻ ചെവി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥം എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷെ ശിഷ്യന്മാരുടെ ചെവിയുള്ളവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്. ഇത് വീണ്ടും ജനിച്ചതിന്റെ ഒരു അടയാളമാണ്. ടു ഹാവ് ന്യൂ ഇയേഴ്സ് ഓഫ് എ ഡിസൈപ്പിൾ. ഈ ഇയേഴ്സ് ഓഫ് എ ഡിസൈപ്പിൾ എന്ന് പറയുന്നത്, ആ ശിഷ്യന്മാരുടെ ചെവി നമുക്കുണ്ടെങ്കിൽ അത് ഭൗതികമായ വെളിയിലുള്ള ചെവിയല്ല, അത് ആത്മാവ് നമ്മോട് പറയുന്ന കേൾക്കാനുള്ള ഒരു ചെവിയാണ്. ആ ചെവി വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു വേർപാടും കൂടിയാണ്. ഇത് നമ്മൾ പോരാടേണ്ട വിശുദ്ധിയാണ്. കാരണം നമ്മൾ സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. അത് നമ്മുടെ ഭൗതികമായ ഒരു പ്രവൃത്തിയല്ല, അത് നമ്മുടെ പുതിയ മനുഷ്യന്റെ അധ്വാനമാണ്. ദാറ്റ് ഹാപ്പൻസ് ബൈ ഫെയ്ത്ത്. അതുപോലെ തന്നെ കർത്താവിന്റെ ചെവി, കർത്താവ് പറയുന്ന കേൾക്കാനുള്ള ശിഷ്യന്മാരുടെ ചെവിയും നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ അതൊരു വിശുദ്ധീകരണത്തിന്റെ യാത്രയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ, നമ്മൾ കർത്താവിന്റെ വിളിയെ പിൻഗമിക്കുമ്പോൾ നമ്മൾ എന്തിനെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ അവിടെയെല്ലാം വെളിപ്പാടിന്റെ തലങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഈ ലോകത്തെ നഷ്ടപ്പെടുത്തുന്നവർക്കാണ് കർത്താവിന്റെ ശബ്ദം കൂടുതൽ കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞത്. കാരണം they should have listened to the Lord in a deeper way. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടാല്, ഞാൻ വാക്യം വായിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് അവിടെ ഉള്ളതുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അനേക ഉപമകളുണ്ട്. അതിൽ ആദ്യത്തെ ഉപമ എന്ന് പറയുന്നത്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികിൽ വീണു, കുറെ പാറപ്പുറത്ത് വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ നല്ല നിലത്തും വീണു. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. പാറപ്പുറത്ത് വീണത് മണ്ണിന് ആഴമില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത് വളർന്നു എങ്കിലും അതിൻ്റെ കൂടെ മുള്ളും കൂടെ വളർന്നതിനെ ഞെരിച്ചു കളഞ്ഞു. കുറെ നല്ല നിലത്ത് വീണു, അത് 100, 60, 30 മേനിയായി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ ഞാൻ ആ ഓഡിയൻസിലുണ്ട്, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ്. എന്താ പ്രസംഗം കേട്ടത്? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികെ വീണു, കുറെ അവിടെ വീണു, ഇവിടെ വീണു, കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുറെയൊക്കെ നല്ല ഫലം കഴിച്ചു, ബൈ ബൈ പോയി. എനിക്കൊരു വക മനസ്സിലായില്ല. എന്താണ് ഈ കർത്താവ് പറഞ്ഞത്? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഞാൻ തോന്നുന്നു വിത്ത് കുറെ പറവത്തി കൊണ്ടുപോയി, ഓക്കെ. കുറെ നല്ല നിലത്ത് വീണു, ഓക്കെ ഫൈൻ. അതിന് ഒന്നും മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് വളരെ സിമ്പിൾ ആണല്ലോ, നമുക്കറിയാലോ വിത്ത് എന്ന് പറഞ്ഞ ദൈവവചനമാണ്. അത് പിന്നെ കർത്താവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് പറയുന്നവർ ആർക്കും ഇതൊന്നും മനസ്സിലാവില്ല. എന്ത് കൃഷി പഠിപ്പിക്കുകയാണോ, കൃഷിപ്പണിക്ക് സൂക്ഷിക്കണം എന്ന് പറയുകയാണോ, ഒന്നും പിടികിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിന് പറയാം, കർത്താവ് നീ ഇങ്ങനെ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഉപമയായിട്ട് പറഞ്ഞു, നമുക്ക് ആരെയും കിട്ടത്തില്ല, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് ഇത്ര ആൾക്കാർ സംഘടിപ്പിച്ചു. അങ്ങനെ ഇല്ല കേട്ടോ, അവിടെ കർത്താവിന്റെ ഖ്യാതി കേട്ട ആൾക്കാർ വന്നതായിരിക്കാം. ഞാൻ എക്സാമ്പിൾ പറയും. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ആളെ കൂട്ടുന്നു, ബാനർ അടിച്ചും പോസ്റ്റ് അടിച്ചും വാട്സാപ്പിൽ ഏതാണ്ട് നോട്ടീസ് ഇട്ടും എത്ര ആൾക്കാരെ കൂട്ടുന്നു. പക്ഷെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും പേര് കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയിലേക്ക് വീണു എന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ശിഷ്യന്മാരെന്ന് ചോദിച്ചിട്ട് കർത്താവ് ഒരു ഭാഗം മനസ്സിലാകുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വരം കിട്ടിയിട്ടുണ്ട്, എന്നാൽ അവർക്കത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കേട്ടിട്ട് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി, കണ്ടിട്ട് അവർ കാണാതിരിക്കാൻ വേണ്ടി, ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളെ അടച്ചു കളഞ്ഞാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ മനസ്സിലാകാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്, ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ കർത്താവ് പ്രസംഗിച്ച് എന്തിനു വേണ്ടിയാ? അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ല. അതുകൊണ്ട് ഉപമയെ പറഞ്ഞത്.
അപ്പൊ വിക്കി പറയുന്ന അതരങ്ങളാൽ, അന്യന്റെ അതരങ്ങളാൽ, ഉപമകളാലും ഒക്കെ ഞാൻ ഇവരോട് സംസാരിക്കും, ഇവർ ഗ്രഹിക്കില്ലെന്നറിയാം. നമ്മളത് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം തൊട്ട് വായിക്കുന്നതാണ്. ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അങ്ങനെ മാർമികമായിട്ട് സംസാരിക്കുന്നത്. എന്തിനാ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്? അവിടെ ശിഷ്യന്മാരുടെ ചെവിയുള്ളവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പറ്റേണ്ടത്. ഈ ശിഷ്യന്മാർക്ക് എങ്ങനെ ഇത് മനസ്സിലായെന്നറിയോ? അവർക്ക് രാത്രി എങ്ങോട്ടും പോകാനില്ലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പകല് പോയി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് രാത്രി പോയി അവരുടെ വഴിക്ക് പോയി അവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകും. എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവരെല്ലാം നഷ്ടപ്പെടുത്തി കർത്താവിന്റെ പിന്നാലെ വരുന്നവരായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് നിന്ന് അവർ ചോദിച്ചു, എന്താ കർത്താവേ അർത്ഥം? കർത്താവ് അത് പറഞ്ഞു കൊടുത്തത് മാത്രമല്ല, പൊതു സ്ഥലത്ത് പറയാത്ത അനേകം ഉപമകൾ ഇവരോട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനർത്ഥം ഇവർ കർത്താവിനെ അന്വേഷിച്ച് രാത്രിയൊന്നോ പകലെന്നോ ഇല്ലാതെ നടന്നവരായിരുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ കേൾക്കുന്നത്, അവന്റെ ശബ്ദം നമുക്ക് പിടികിട്ടുന്നത്. ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ ഒരു സഹോദരൻ ഡോക്ടറാണ്, അദ്ദേഹം ENT സർജനാണ്, RCC. അദ്ദേഹം ഒരു ദിവസം പറയാണ്, ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ ഒറീസയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകും. ഭാര്യ 1 വയസ്സുള്ള കൊച്ചു, ഒരു മുതിർന്ന കുട്ടിയുണ്ട്, മൂത്ത കുട്ടി. അപ്പോ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം ചോദിച്ചു, ഇത് ഇട്ടിട്ട് പോകാനുള്ള കാരണം എന്താ? എങ്ങനെയാണ് ഇങ്ങനൊരു ഡിസിഷൻ? ഈസ് എ യങ് മാൻ, എ ഗുഡ് കരിയർ അഹെഡ് ഓഫ് ഹിം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കർത്താവ് വിളിച്ചോണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഈ ഡോക്ടർ ചോദിച്ചു, ഇദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ചോദിച്ചു, കർത്താവ് വിളിച്ചെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ അപ്പം വിളിച്ചാൽ നമ്മളത് കേൾക്കാതിരിക്കുവോ സാർ ചോദിച്ചു. അതൊരു ലിസണിങ് ഇയർ ആണ്. അതൊരു സാങ്ക്ടിഫിക്കേഷനിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു ചെവി. ദൈവവചനത്തിന്റെ മാർമിക രഹസ്യങ്ങളെ പലപ്പോഴും നമ്മൾ പറയല്ലേ, ബൈബിൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ, ഒന്നും മനസ്സിലാകുന്നില്ല ബ്രദർ. The Lord, the Holy Spirit is pushing you towards greater revelation. പക്ഷെ കർത്താവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ ഈ ലോകം ഛേദമെന്ന് എണ്ണുന്ന ഒരു സാഹചര്യം പൗലോസ് സ്വീകരിച്ചു. Because he wanted to know more of his wisdom and his knowledge, and Paul decided that everything else is done. അപ്പോൾ ഇറ്റ്സ് കോസ്റ്റ്ലി. റെവലേഷൻ ഓഫ് ഗോഡ് ഈസ് കോസ്റ്റ്ലി. പ്രത്യേക വെളിപ്പാട് അത് നമ്മൾ കോസ്റ്റ് അല്ലത്, നമ്മൾ ചെലവാക്കുന്നതുമല്ല. പക്ഷെ നമുക്ക് ദൈവം ഉൽപ്പാദിപ്പിച്ചു തരുന്ന, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിന്റെ തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധിയുടെ അടുത്ത ഈ എബ്രായ ലേഖനം സാങ്ക്ടിഫിക്കേഷൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, FS ലേഖനം 3:16 മുതൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പ്രധാന ഡിസ്കഷൻസ് മുഴുവൻ. അപ്പൊ എബ്രായ ലേഖനം അടുത്തൊരു പിവറ്റൽ എപ്പിസിലാണ്. അതായത് ഏറ്റവും കൂടുതൽ വിശുദ്ധീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്ന എബ്രായ ലേഖനം വിശുദ്ധീകരണത്തിന്റെ അനേകം ലക്ഷണങ്ങൾ. നമ്മളിപ്പോ 2 കാര്യങ്ങളാണ് കണ്ടത്. ഈ എബ്രായ ലേഖനത്തിൽ അനേകം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വിശുദ്ധീകരണത്തെ കുറിച്ച് അനേകം അടയാളങ്ങൾ എബ്രായ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ലിസണിങ് എന്ന് പറയുന്നതും വിശുദ്ധീകരണവും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഉണ്ടോ? ശിഷ്യന്മാരുടെ ചെവി ഇല്ലാതെ പോയി. ഇതേ സിറ്റുവേഷൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്. പൗലോസ് പറയാണ്, ആത്മീയരോടെന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല.
അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെന്ന പോലെ പാലാണ് നിങ്ങൾക്ക് തരുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ ജഡീകന്മാരായ വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് കർത്താവ് പറയുന്ന കേൾക്കാനുള്ള ചെവിയില്ല. അതുകൊണ്ട് അവർ ദൈവം എന്ത് ചെയ്യണമെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. ദൈവം എങ്ങനെ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കണമെന്ന് ഈ ജഡമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാ ഡിമാൻഡുകളും ദൈവത്തിന് മുമ്പിൽ നമ്മൾ വെക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അടുത്ത വാക്യം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ കുറെ കഴിയുമ്പോൾ ഉപദേഷ്ടാക്കന്മാരാകണം. പക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ കേൾക്കുന്നവരാ, ഉപദേഷ്ടാക്കന്മാരാകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചെവിയുടെ പ്രശ്നമാണ്. ഗ്രഹിക്കാൻ ചെവിയുടെ മന്ദതയാണ് നമ്മളെ ഉപദേഷ്ടാക്കന്മാരാകാൻ സമ്മതിക്കാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പ്രസംഗം കേൾക്കുന്നവരെന്നുള്ളതല്ലാതെ ഗ്രഹിക്കുന്നില്ല. എന്ത് പ്രയാസമാണെന്നറിയോ അത്, ഈ വചനം ഗ്രഹിക്കാൻ. നമ്മൾ വളരെ ലളിതമാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇത് തലകൊണ്ട് മനസ്സിലാക്കിയാലും ഇത് പരിജ്ഞാനമായിട്ട് പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉപദേഷ്ടാവിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാവരും, ഉപദേഷ്ടാവ് തന്നെ സ്റ്റേജിൽ കയറി ഉപദേശിക്കുന്ന കാര്യമല്ല, വേറൊരാളോട് ഈ ഭേദാഭേദങ്ങളെ വിവേചിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഈ കർത്താവിൽ നിന്ന് കേൾക്കുന്ന ആ പരിശീലനം നമുക്കുണ്ടാകണം. അവിടെ ജഡീകരായി ജീവിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാനും വിവേചിക്കാനും വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. അടുത്ത വാക്യം. കട്ടിയായുള്ള ആഹാരമല്ല പാൽ എത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാല് മതി. ചില ചർച്ചയിൽ ചെല്ലുമ്പോൾ അവർ പറയും കട്ടിയായിട്ടുള്ളൊന്നും പറഞ്ഞേക്കല്ലേ പാസ്റ്ററെ, പുതിയ വിശ്വാസികളാണ്. പുതിയ വിശ്വാസി പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഓക്കെ. പക്ഷെ പുതിയ വിശ്വാസി പാല് കുടിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ 50-60 വർഷം വിശ്വാസികളായിരുന്നവര് ഇതേ പാല് തന്നെ കുടിക്കുന്നുണ്ട്. അപ്പുറത്തിരുന്ന് പാലല്ലാതെ ഒന്നും കുടിച്ചിട്ടില്ല അവർ ജീവിതകാലത്ത്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, ഒരു 20 വർഷം വിശ്വാസിയായിരുന്ന ആൾ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എങ്കിൽ, 20 വർഷം വിശ്വാസിയായിരുന്ന ഒരാൾ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളെങ്കിൽ അവന്റെ ദഹന വ്യവസ്ഥകൾ ഒന്നും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അവൻ എന്തെങ്കിലും കട്ടിയാഹാരം കഴിച്ച് അപ്പം ബോധം കിട്ടും. ഇന്ന് കട്ടിയായ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാത്തതിന്റെ കാരണം ഈ പാല് കുടിക്കുന്ന വിശ്വാസികൾ. അവർക്ക് എപ്പോ വന്നാലും ഒരു ഒറ്റ പ്രസംഗം കേട്ടാൽ മതി, ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം ഇതാ ഇറങ്ങി വരുന്നു, നിന്റെ പ്രശ്നങ്ങൾ ഇതോടെ മാറി, നിങ്ങളുടെ കടഭാരം നീക്കിക്കളഞ്ഞു, ഇത് മാത്രം കേട്ടാലേ കൈയടിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ച ചെന്നു, നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, ഈ പാസ്റ്റർ വർത്താനം പറയുമ്പോഴേക്കും സഹോദരങ്ങളെ എന്ന് വിളിക്കുമ്പോഴേക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ജനം, ഭയങ്കര ആരവം. നിങ്ങളൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല, നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മിണ്ടുമ്പോഴേക്കും, ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെയായിരുന്നു. ഒരു 3 സെഷൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആത്മാവും പോയി, എല്ലാം പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേദായിപ്പോയി. അവസാനം ഞാൻ കൈയടിക്കാന്ന് പറഞ്ഞിട്ടും കയ്യടി വരുന്നില്ല, ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടും വരുന്നില്ല. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാല് കിട്ടിയില്ല. ഈ പാലിന് വേണ്ടി കരയുന്ന പിള്ളേർക്ക് പാല് കൊടുക്കാതെ അവരുടെ വായിൽ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ഇരിക്കും? സോ ദാറ്റ് വാസ് എ ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ഫോർ ദം. പിന്നെ ഞാനതൊന്ന് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് വേറെ ഒരു സാധനമായിരുന്നല്ലോ എന്നുള്ള കാര്യം. ദിസ് ഹാപ്പൻസ്. അതിന്റെ കാര്യം നമ്മൾ നമ്മുടെ ചർച്ചകളിൽ പഠിപ്പിക്കുന്ന ഈ പാല് മാത്രം കുടിക്കാനുള്ള പരിശീലനമാണ്. കാരണം കൂടുതൽ കുടിച്ചാൽ പ്രശ്നമാണ്, കൂടുതൽ കട്ടിയാഹാരം കഴിച്ചാൽ. നിങ്ങൾ ആലോചിച്ചേ, ഒരു ചർച്ചില് നല്ല ജോലി എടുക്കുന്ന, നല്ല ദശാംശം കൊടുക്കുന്ന ഒരു സഹോദരൻ ഉണ്ട് നിങ്ങൾ വിചാരിച്ചോ? അതായത് ഒരു ദിവസം, ഒരു മാസം വേണേ ഒരു 50,000 രൂപ ദശാംശം അടയ്ക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ? സങ്കല്പമാണ്. അദ്ദേഹം പാസ്റ്റർ പറയാണ്, പാസ്റ്ററെ ഞാൻ ജോലി ഉപേക്ഷിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്തായിരിക്കും പറയുന്നത്? സ്വാഭാവികമായിട്ടും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. കാരണം ഇദ്ദേഹം അങ്ങനെ എല്ലാവരും പരിജ്ഞാനം പ്രാപിച്ചു പോയ പിന്നെ നമ്മുടെ ചർച്ചിന്റെ പണി, ഈ മാനേജ്മെന്റുകൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന അജണ്ട, ബജറ്റ് എല്ലാം വെളിയിലാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും വിടുതലില്ലാത്ത
ഈ പാല് കുടിക്കുന്ന കുറെ ആൾക്കാർ പൈസ ഉള്ളവരൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഇന്നത്തെ ഓർഗനൈസേഷണൽ ചർച്ച് മുമ്പോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ കട്ടിയാഹാരം കൊടുത്താൽ, നമ്മുടെ നാട്ടിലൊക്കെ പാസ്റ്റർമാർക്ക് പേടി അറിയില്ല, ആരും മിണ്ടാറില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ ഇറങ്ങിപ്പോകും. കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ജെനുവിൻലി രക്ഷിക്കപ്പെട്ട ആൾക്കാർ ഇന്ന് തിരിപ്പുണ്ട്. പക്ഷെ അവർ പോകാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ദിസ് റിലീജിയൻ ഈസ് സസ്റ്റെയിൻഡ് ബൈ ഹ്യൂമൻ പവർ ആൻഡ് റിസോഴ്സസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സഭയില് ഈ മിഷണറിമാരെ പോലെയുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ദേവദാസന്മാരും ദൈവമക്കളും മാത്രമേ ഉള്ളൂ. അവർ പൈസയൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കാത്തവരാണെങ്കിൽ ആ സഭ വളരുമോ? വളരെയല്ല. ജഡീകന്മാരായ വിശ്വാസികളില്ലാതെ ഒരു സഭയും ലോകത്ത് വളരില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ലോകപരമായ വളർച്ച. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക്, ഇടുക്കു വഴിയിലേക്ക് പ്രവേശിക്കാൻ ധൈര്യമായി ഇറങ്ങിക്കോ എന്ന് പറയാനുള്ള ആ ഒരു ആ ഒരു ധൈര്യം നമ്മുടെ ശുശ്രൂഷകർക്കും കുറവാണ്. എല്ലാവരും അല്ല, കുറച്ചുപേരെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണമൊക്കെ നടക്കുമ്പോഴേക്കും ഇവർ പാസ്റ്റർ വരും. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ പാസ്റ്ററെ, ഇത് ദൈവാലോചനയാണോ അല്ലയോ? പാസ്റ്ററെ, ഞാനൊരു ജോലിക്ക് പോയി, എനിക്കൊരു ജോലി കിട്ടി, ദൈവാലോചനയാണോ അല്ലയോ എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാം. ഈ പാസ്റ്റർ ആരാ? പഴയ നിയമത്തിലെ പ്രവാചകനോ പുരോഹിതനോ അല്ലോ ആണ്? ഇത് എന്താ ഇവർക്കറിയാതെ പോയത്? ദൈവത്തിന്റെ ശബ്ദം എന്താ ഇവർ കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, എനിക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാനുള്ള ചെവിയില്ല എന്നുള്ളതാണ്. ആകെ കർത്താവിന്റെ ഹിതം ആലോചിക്കുന്നത് കാര്യം നടക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവൻ എന്നെക്കുറിച്ച് എങ്ങനെ ഞാൻ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ള രീതിയിലേക്ക് നമ്മൾ അന്വേഷിക്കുന്നേയില്ല. ഞാൻ ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ ഒരു ചർച്ചിൽ പ്രസംഗിക്കുകയാണ്, തൃശ്ശൂരിലൊരു ചർച്ചിൽ. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആന്റി, ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ സൂപ്പർ പ്രസംഗമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അടുത്തത്. എനിക്കൊരു സംശയം ഉണ്ട്. പക്ഷെ എന്താ? എൻ്റെ മകൻ അമേരിക്കയിലും കാനഡയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടെ പോകുന്ന ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ എന്നോട്. ഞാൻ പറഞ്ഞു, എൻ്റെ ആന്റി, മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം. ഇനി ഇത് വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അമേരിക്കൻ കാനഡയൊന്നും എനിക്ക് അറിയാൻ മേല, സത്യമായിട്ട് അറിയത്തില്ല. ഈ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, 2 സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊരു വാസ്തവമായ ഒരു ചിത്രം കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിനെ പോയി കണ്ടിട്ട്, അല്ലെങ്കിൽ ജോബ് കൺസൾട്ടന്റിനെ പോയി കണ്ടിട്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന് അന്വേഷിക്കുക. ഉപദേശിയെ വെറുതെ വിടുക. എനിക്ക് ആകെ ഉയരത്തിലോട്ട് പോകാൻ ഒരു ഇടുക്കവഴിയല്ല, ഒരു വഴി എനിക്ക് അറിയാൻ മേല, ഞാൻ ഇതെങ്ങനെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് ദൈവഹിതം അറിയേണ്ട ചില ക്രിട്ടിക്കൽ സാഹചര്യം, അവിടെ പോയി തോറ്റു പോകുമോ, ലോകത്തിൽ നഷ്ടം വരുമോന്നാ. അപ്പൊ അവരറിയേണ്ട. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ അവരുടെ പിന്നാലെ നടക്കുന്നത്. കാരണം ഈ പ്രവാചകന്മാർ ഇതും പ്രവചിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് വേണ്ടതും പണം, ഇവർക്ക് വേണ്ടതും പണം. അപ്പൊ നിനക്ക് കിട്ടുന്നതിന്റെ വീതം എനിക്ക് തരാമെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് പ്രവചിക്കാം. ഈ പ്രവചിക്കുന്നതുകൊണ്ട് അവരുടെ കാര്യം നടക്കുന്നത്. ഇപ്പൊ എന്നോട് ഒരാൾ പ്രവചിക്കുകയാണ്, നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ ദൈവം തീരുമാനിച്ചിരിക്കും, നിങ്ങളെ കൊണ്ടുപോകും. ഉടനെ പ്രവചനം ഞാൻ കേട്ട് വിശ്വസിച്ചെന്ന് വിചാരിച്ചോ, ഉടൻ ഞാനിതിന്റെ പുറകെ നടക്കുകയാണ്, പ്രവചനം നിറവേറ്റാൻ വേണ്ടി നടന്നു പോകും. കാരണം ഞാൻ ഇറങ്ങി നടക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ദൈവഹിതമാണല്ലോ. അപ്പൊ അവസാനം ക്രെഡിറ്റ് പ്രവാചകനായിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തുമാത്രം അധ്വാനിക്കുന്നു ഈ പ്രവചനം നിറവേറ്റാൻ വേണ്ടി. നിങ്ങൾക്ക് ഒരു 2 നില വീട്, 2 നില ചർച്ച് തരാൻ പോകുന്നു. ഉടനെ ചർച്ച് പണിയാൻ അങ്ങ് തുടങ്ങുവാണ് വിശ്വാസത്താൽ. കടം മേടിക്കുന്നു, അവിടെ റിക്വസ്റ്റ് അയക്കുന്നു, ഞങ്ങൾ ചർച്ച് പണിയാൻ ദൈവഹിതം. ചർച്ച് പണിത് കഴിയുമ്പോൾ എത്ര അധ്വാനിച്ചിട്ട് ചർച്ച് പണിത്, പക്ഷെ ക്രെഡിറ്റ് ഇറക്കാൻ. അപ്പൊ പ്രവാചകൻ അത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് വിശ്വസിച്ച് അധ്വാനിച്ചുകൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് പുള്ളിക്കും കിട്ടി. എല്ലാം കൊണ്ടും കച്ചവടം ലാഭമാണ്. അവസാനം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് മാത്രം പിടികിട്ടി. ഇത് പിടികിട്ടാതെ പോയ ഒരു തലമുറ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തുടങ്ങിയപ്പോൾ, ഈ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഓട്ടം നമുക്ക് ഇല്ലാതായി പോയി. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു തലം, ആ ഒരു കൂട്ടം ജനം ഇന്ന് ഇല്ലാതായി പോയി എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധീകരണം, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കാതെ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനോ അവന്റെ സ്വസ്ഥത അനുഭവിക്കാനോ നമുക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു പ്രവാചകനാൽ വഞ്ചിക്കപ്പെട്ട് വീടും നാടും കൂടും നഷ്ടത്തിലാക്കാൻ മാത്രമേ ഇന്നത്തെ ഈ ലോകത്തിന്റെ പോക്കുകൊണ്ട് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും ഹെബ്രായ ലേഖനത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെ അനേകം
വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളുണ്ട്. അതിലൊരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായം. എബ്രായർ 13 ഒരു മിനിറ്റ്. One second. ഓക്കെ, 11-ാം വാക്യം മുതൽ 11th വേഴ്സ് തൊട്ട് 11 തൊട്ട് 14 വരെ, 11 മുതൽ 14 വരെ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ പറയുന്ന മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉടൽ എന്ത് ചെയ്യുന്നു? ഈ വെളിയിലിട്ട് പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശു എന്ത് ചെയ്തു? അവൻ സ്വന്തം രക്തത്താൽ അവന്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുത്ത് ചെല്ലുക. അടുത്ത വാക്യം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലോ. ഈ നഗരത്തിനകത്ത് കിടക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് സെപ്പറേഷൻ. ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് വിശദീകരണത്തെ കുറിച്ച് ഇന്ന് കണ്ടത്. ഒന്ന് സ്വസ്ഥത, മറ്റൊന്ന് റെവലേഷൻ, 3 സെപ്പറേഷൻ. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരാളെ പോലെ ആകേണ്ട കാര്യമില്ല. അപ്പോൾ അത് അപമാനകരമായിരിക്കും. എന്നാൽ കർത്താവിന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമ്മൾ പാളയത്തിന് പുറത്തേക്ക്, നഗരത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. അപ്പൊ ഇടയ്ക്ക് പാടണേ, നിന്നെ മാനിക്കുവാൻ. അതുകൊണ്ട് വചനം എന്താ പറയുന്നത്? കർത്താവ് സഹിച്ച നിന്ദ നീ ചുമന്നുകൊണ്ട് നാണം കെട്ട് ഗേറ്റിന് വെളിലോട്ടിറങ്ങാനാ. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ മാന്യനാക്കിയിടുവാൻ. ഈ മാന്യത നമുക്ക് ഭയങ്കര കൊതിയാണ്. ചില ആൾക്കാർ പറയും നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. വേറെ ചിലർ പറയും നിന്നെ ചോദ്യചിഹ്നമായി നിന്നെ കണ്ടവർക്ക് മുമ്പിൽ നിന്നെ ഒരു ആശ്ചര്യചിഹ്നമാക്കി മാറ്റുന്നത്. പഴയ കാലത്ത് ഒരു പ്രയോഗം. ഇപ്പൊ അധികം പേരെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ഞാന് വിശ്വാസി വരുന്ന സമയത്ത് ഈ കത്തോലിക്കയിലെ വിശുദ്ധന്മാരുടെയൊക്കെ കഥകളൊക്കെ ഞാൻ ചെറുപ്പത്തിലെ വായിക്കുക. പിന്നെ ഞാൻ നോക്കിയപ്പം ചരിത്രം നോക്കിയപ്പോൾ ഒത്തിരി വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ഒത്തിരി വിശുദ്ധന്മാർ കർത്താവിനെ സ്വീകരിച്ചോട്ട് കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും വേദനയുടെയും മിഷനിലൊക്കെ പോയി ഇങ്ങനെ മരിച്ചും രക്തസാക്ഷികളായിട്ട് പോകുന്നവരുടെ ഒരു വലിയ ചരിത്രമായിട്ടാണ് ഞാൻ. അപ്പം എന്നെ കർത്താവ് വിളിക്കുമ്പോൾ എനിക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഞാൻ ഏത് വഴിക്കായിരിക്കും പോകുന്നത്, എവിടെയായിരിക്കും തീരുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ്, ഇതൊരു വിൻഡ് പോലെ എവിടെയെങ്കിലും ചെന്ന് ചേരുമോ, എവിടെ ആയിരിക്കും, എന്തായിരിക്കും, ആകെ അസ്വസ്ഥമായിരുന്നു. കാരണം ഐ ന്യൂ വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ ഇത് നമ്മളൊരു ലൈഫിലേക്ക് കർത്താവിന്റെ കൈ പിടിച്ചങ്ങ് പോവാം. അത് എങ്ങോട്ട് കൊണ്ടുപോകുന്ന കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ പെന്തക്കോസ്റ്റിൽ പോയി സ്നാനപ്പെട്ട് ചർച്ചിൽ പോയി ബാക്കിൽ ഇരിക്കുവാണ്. ഞാനൊരു തടിയനായതുകൊണ്ട് ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, ചാരി ഇരിക്കണം എനിക്ക് അന്നും ഇന്നും. ഞാൻ ഈ പുറകെ പോയി ചാരി ഇരിക്കാം. പ്രസംഗം മുമ്പിൽ നിന്ന് വരികയാണ്. നിന്നെ നിന്ദിച്ചവരുടെയിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ എവിടെയാണ് വന്ന് അകപ്പെട്ടിരിക്കുന്നത്? ലോകത്തിന്റെ മാനം കർത്താവ് തള്ളിക്കളഞ്ഞ ആ മാനം അന്വേഷിച്ച് നടക്കുന്ന ദൈവവിരോധികളായ ദൈവവിരോധികൾ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തു വിരോധികളായ, അവന്റെ മഹത്വത്തെ വില വെക്കാത്ത, അവന്റെ അപമാനത്തെ ചുമക്കാത്ത, പാളയത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത, മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഈ പാളയം എന്ന് പറയുന്നത് നമ്മൾ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ചല്ല, മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നു. അവരെങ്ങനെ പണം ഉണ്ടാക്കാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ, കർത്താവ് കഴിഞ്ഞ ദിവസം ഒരാൾ, എൻ്റെ ഒരു അടുത്ത സഹോദരൻ പറഞ്ഞാണ്, സാലറി റേസ് കിട്ടുമ്പോൾ പേടിയാണ്, ഈ പണം എങ്ങനെ
വിതരണം ചെയ്ത് തീർക്കും. കർത്താവ് ഇതന്നെ ദ്രവ്യാധികയാക്കുമെന്ന് പേടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പറഞ്ഞത്. റിയലി അഫ്രൈഡ് ഓഫ് എ സാലറി റൈസ്. കാരണം ഉത്തരവാദിത്വം കൂടുതലാണ്. ഞാൻ എന്ത് പറയാൻ, അപ്പൊ ലോകത്തിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നവരല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്. കർത്താവ് ചിന്തിച്ച ഒരു ചിന്ത, കർത്താവ് നടന്നൊരു നടപ്പ്, അത് ലോകം പോലെ. അപ്പൊ പാളയം എന്ന് പറയുന്നതാ ലോകമാണ്. ആ പാളയത്തിന് വെളിയിലോട്ടിറങ്ങുക. വെളിയിലോട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ തിങ്ക് ഡിഫറെന്റ്ലി സോ ദാറ്റ് അതർ പീപ്പിൾ വുഡ് ടീസ് യു, അബ്യൂസ് യു, റിഡിക്യൂൾ യു. അത് കർത്താവിന്റെ ചിന്തയാണ്. കാരണം കർത്താവ് ആരിനെ അങ്ങനെ ആയിരിക്കും. അപ്പൊ സാങ്ക്ടിഫിക്കേഷൻ എസെൻഷ്യലി ബ്രിങ്സ് us ടു എ പെർഫെക്റ്റ് ഫോം ഓഫ് സെപ്പറേഷൻ. അത് ആൾക്കാരിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല, അത് ആൾക്കാര് ജീവിച്ചു പോകുന്ന വ്യവസ്ഥയിൽ നിന്ന് ഓടുന്നതാണ്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളാൽ ആകാത്ത, ഞങ്ങൾക്ക് എത്താത്ത ആ പാറയെങ്കിലേക്ക് ഞങ്ങളെ അവിടെ നടത്തണം. ഞങ്ങൾക്ക് ഉന്നതമായ പാറയിലേക്ക്, ഞങ്ങളുടെ ജഡത്തിന് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത ആ മഹത്വത്തിലേക്ക്, തേജസ്സിലേക്ക് കർത്താവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധീകരണം ഞങ്ങൾക്ക് അതിവിശുദ്ധമായ അനുസരണമായി മാറുവാൻ, അത് ഫലം കൊടുക്കുന്ന, നിത്യതയിലേക്ക് നോക്കുന്ന, പ്രത്യാശിക്കുന്ന ദൈവിക ഫലമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സഭയെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.